ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, സന്തോഷവും ശാന്തിയും ഉണ്ടാകട്ടെ. നല്ല മഴയാണ് പുറത്ത്. ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരിക്കാം, ഇല്ലെങ്കിലും അതിനിടയിൽ കൂടെ കേൾക്കാനുള്ള ഒരു ശ്രദ്ധയുണ്ടായാൽ മതി. അതാണ് പോസിറ്റിവേഷൻ. ജീവിതം എപ്പോഴും ഇതുപോലെ മഴയുടെ ഇടയിൽ എന്ന പോലെയാണ്. എപ്പോഴും ഒരുപാട് പെയ്ത്തുകൾ ഉണ്ടാവും ചുറ്റും. ഈ പെയ്ത്തുകൾക്കിടയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അങ്ങനെയാണ് ഇതിന്റെ ഒരു നിർമ്മിതി, അങ്ങനെയാണ് ഇതിന്റെ ഒരു രൂപകൽപ്പന, ഘടന. അതിനകത്തുകൂടെ കടന്നു പോകാം എന്നുള്ള ഒരു അറിവും അങ്ങനെ കടന്നു പോകേണ്ടതുണ്ടെന്നുള്ള ഉത്തരവാദിത്വവും അതിലൂടെ കടന്നു പോകാനുള്ള ആർജവവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയും. എങ്ങനെ ഞാൻ ഇതിലൂടെ കടന്നു പോകും, മഴയാണല്ലോ എന്ന് കരുതി ആ തുള്ളികളെ പേടിച്ച് നമ്മൾ ദൂരെ നിന്നു പോകുകയുള്ളൂ. അപ്പൊ ഇത് രണ്ടും നമുക്കുണ്ടാകാൻ സാധ്യതയുള്ളതാണ്. രണ്ടിലൂടെയും നമ്മൾ കടന്നു പോകാറുണ്ട്. ചിലപ്പോൾ നമ്മൾ നിന്നു പോകും, ചിലപ്പോൾ നമ്മൾ കടന്നു പോകും. അത് നമ്മുടെ ഇന്റൻഷൻ അനുസരിച്ചാണ്, നമ്മുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചാണ്. ഓക്കെ, അപ്പൊ മഴയെ ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മഴ ഒന്ന് ചെറുതായിട്ട് വീണ്ടും ഒതുങ്ങി. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കയറാം. എന്റെ പേര് സന്തോഷ് ഒളിമ്പസ് എന്നാണ്. 50 വയസ്സായി. ഏതാണ്ട് 9 വയസ്സ് മുതൽ ഈ വഴിക്കാണ് യാത്ര ചെയ്യുന്നത്. പാലക്കാട് ജില്ലയില് ചിറ്റൂർ താലൂക്കില് തത്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നവഗോത്ര ഇക്കോസഫിക്കൽ ഗുരുകുലം എന്നുള്ള ഗുരുകുലത്തിലാണ് ജീവിക്കുന്നത്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ഇക്കോ വില്ലേജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും നവഗോത്ര സത്സംഗം എന്നുള്ള ചെറിയൊരു കൂട്ടമുണ്ട്. ആ കൂട്ടത്തിന്റെ കൂടെ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യണം. കേരളത്തിന്റെ അകത്തും പുറത്തും UAE-ലുണ്ട്, അതുപോലെ ഗൾഫ് കൺട്രീസ് ഉണ്ട്, ആഫ്രിക്കയിലുണ്ട്. അതുപോലെ ഇങ്ങനെ കുറച്ച് രാജ്യങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ കുറച്ച് പ്രവർത്തകർ ഇങ്ങനെ പഠിതാക്കളും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. നമ്മൾ സുസ്ഥിര ജീവനത്തെ കുറിച്ചാണ് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിലകൊള്ളുന്നത്, പ്രവർത്തിക്കുന്നത്. പക്ഷെ സുസ്ഥിരമായ ഒരു ജീവനത്തിലേക്ക് പോകണമെങ്കിൽ അതിനായിട്ട് സന്നദ്ധമാകുന്ന, തയ്യാറെടുക്കുന്ന ആളുകൾ, വ്യക്തികൾക്ക് ശുഭകരമായൊരു കാഴ്ച ഉണ്ടാവണം, ശുഭകരമായുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവണം, ശുഭകരമായിട്ടുള്ളൊരു യാത്ര ഉണ്ടാവണം. ആ യാത്ര ഉണ്ടാകാനുള്ള ഒരു മനോതലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോസിറ്റിവേഷൻ അഥവാ ശുഭീകരണം എന്നുള്ള ഒരു കൈകാര്യ തന്ത്രം കാലങ്ങളായിട്ട് ഉപയോഗിച്ചു പോരുന്നത്. നമ്മൾ 1994-ലാണ് കൂട്ടായിട്ട് ജീവിക്കാൻ തുടങ്ങിയത്. അതുവരെ നമ്മൾ 81-ൽ കുട്ടികളുടെ സയൻസ് ക്ലബ്ബായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 94-ലാണ് നമുക്ക് കൂട്ടായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം വന്നത്. അപ്പോ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ നമ്മുടെ അടുത്തേക്ക് വന്നപ്പോ ചെറുപ്പക്കാരാണ് കൂടുതലും വരുന്നത്. ഞാനും ചെറുപ്പക്കാരായിരുന്നു കൂടുതൽ വന്നിരുന്നത്. അപ്പോ ഇവരൊക്കെ തന്നെ വീട്ടിലും നാട്ടിലും മനസ്സിലും ഒക്കെ ഒരുപാട് ഭാരങ്ങളും കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ ഇത്തരം ആളുകളെയും കൊണ്ട് നമുക്ക് മുൻപോട്ട് പോക്ക് ബുദ്ധിമുട്ടാണ്. ഇവരെല്ലാം സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി തിരിച്ചവരാണ്. പക്ഷേ മനസ്സിനകത്ത് കുറേയേറെ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് അപ്പുറത്തേക്ക് പോവുക? കാണുന്നതെല്ലാം ശരിയല്ലെന്ന് കരുതുന്നവർക്ക് എങ്ങനെയാണ് മുൻപോട്ട് പോകാൻ കഴിയുക? അപ്പോൾ എങ്ങനെയാണ് ഇത് ശുഭീകരിക്കേണ്ടത് എന്നുള്ള കാഴ്ചയാണ്, അത്തരമൊരു അന്വേഷണമാണ്, ആ ആളുകളെ മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ടൂളാണ് നമ്മളിപ്പോ ഇവിടെ ശുഭീകരണം എന്നുള്ള കോഴ്സായിട്ട് മുൻപിൽ വെക്കുന്നത്. ക്യൂലൈഫ് എന്ന് പറയുന്ന ഈ ശുഭീകരണം അടക്കമുള്ള ശുഭീകരണം 7ാമത്തെ പ്രോഗ്രാമാണ്. ഇതുപോലെ 20ഓളം പ്രോഗ്രാമുകളാണ് നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഈ പ്രോഗ്രാമുകളെല്ലാം, ഈ ശുഭീകരണം അടക്കമുള്ള ക്യൂലൈഫ് പ്രോഗ്രാമുകളെല്ലാം നമ്മൾ ആ കഴിഞ്ഞ ഒരു 27 വർഷം നമ്മുടെ കൂട്ടുജീവിത കേന്ദ്രത്തിൽ, ആശ്രമത്തിൽ, അതുപോലെ ഗുരുകുലത്തിലൊക്കെ നമ്മൾ ആളുകൾക്കിടയിൽ പ്രയോഗിച്ച് വിജയിപ്പിച്ച കാര്യങ്ങളാണ്. നമ്മുടെ പരിചയമാണ്, നമ്മുടെ പ്രയോഗത്തിൽ നിന്നും ഉണ്ടായി വന്ന പരിശീലനങ്ങളാണ് ഇവയെല്ലാം. ആരെങ്കിലും പറഞ്ഞു കേട്ടതൊന്നുമല്ല. ഞാൻ ഇതുവരെ ഒരു മാനേജ്മെന്റ് ട്രെയിനിങ്ങിനും പോയിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തില് ഇതിലെ കോറിൽ നിൽക്കുന്ന പല ആളുകളും അത്തരം പ്രോഗ്രാമുകൾക്കൊന്നും പോകാത്തവരോ അതൊന്നും കണ്ടിട്ടില്ലാത്തവരോ ആണ്. അതുകൊണ്ട് തന്നെ അവയുമായിട്ടൊരു താരതമ്യം ദയവേത് ചെയ്യരുത്. മാനേജ്മെന്റ് ട്രെയിനിങ്ങുകളുമായിട്ടൊരു താരതമ്യം ചെയ്യരുത്. കാരണം ഞങ്ങൾക്ക് അതെന്താണെന്ന് അറിയില്ല. നമ്മളിത് ഞങ്ങളുടെ കഴിഞ്ഞ 27 വർഷത്തെ പ്രയോഗ പരിചയത്തിൽ നിന്നും തരുന്നതാണ്. അപ്പോൾ അവയെ ആധാരമാക്കിയിട്ട് നമ്മൾ പൊന്നി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ, ഒരു പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് അയാൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിട്ടോ വലിയ കാര്യം. അറിവുണ്ടാകേണ്ടത് ആവശ്യമാണ്, പക്ഷെ അറിവുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിന് പകരം അയാളുടെ ശരീരത്തിൽ തട്ടണം.
അയാളുടെ ശീലങ്ങളിൽ തട്ടണം, അയാളുടെ മസ്തിഷ്ക സംവിധാനത്തിൽ തട്ടണം, അയാളുടെ നെർവസ് സിസ്റ്റത്തിൽ തട്ടണം, സിനാപ്സുകളിൽ തട്ടണം. അവിടെ തട്ടി അവിടെ മാറ്റമുണ്ടായാൽ അത് ജീവിതകാലം മുഴുവൻ റിഫ്ലക്ട് ചെയ്യും. ഇവിടെ നിന്ന് മുമ്പേ പങ്കെടുത്തു എന്ന് പറഞ്ഞ പലരും സൂചിപ്പിച്ചിരുന്നു, ഞങ്ങൾക്ക് പരിവർത്തനമുണ്ടായി, മാറ്റമുണ്ടായി എന്നൊക്കെ. ആ മാറ്റം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ. മാറ്റത്തെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ മാറുമൊന്നുമില്ല. ഈ കേൾവി കൊണ്ടാണ് നമുക്ക് പലപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോ കൊറോണ വന്നു എന്നുള്ള കേൾവി, ഇവിടെ ഇങ്ങനെ പല 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 തരം കേൾവികൾ നമുക്ക് ഉണ്ടാവുന്നു. ഈ കേൾവികൾ കൊണ്ട് നമുക്ക് എന്ത് മാറ്റാണ് ഉണ്ടാവുക? ഭയപ്പെടാനൊക്കെ ഈ കേൾവികൾ ധാരാളമാണ്. പക്ഷെ ശുഭീകരിക്കാൻ, ശുഭകരമാകാൻ കേൾവി പോരാ, പ്രയോഗം വേണം. ആ പ്രയോഗത്തിന് വേണ്ടിയുള്ള പരിശീലനമാണ് നമ്മൾ നാളെ മുതൽ തുടങ്ങുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഈ വിഷയം എന്താണെന്നുള്ള സൂചിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വിഷയത്തെ കുറിച്ച് നമ്മൾ പറയാനായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പോകാനായിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മളൊരു സ്ലൈഡ് ഷോ യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്ലൈഡ് ഉപയോഗിച്ച് ഞാനിത് അവതരിപ്പിക്കാം. അപ്പോ അതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതിയിടണം. അപ്പോൾ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാൻ വേണ്ടി, ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, ഞാൻ ഈ സ്ലൈഡ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അത് കാണുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരുന്ന സമയത്ത് കാണുന്നുണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. നമ്മൾ ചാറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക എന്ന് ഈ പ്രസന്റേഷന്റെ അവതരണത്തിന്റെ സമയത്ത് ഞാൻ പറയുമ്പോൾ കുറച്ച് ആളുകള് രേഖപ്പെടുത്തും, മറ്റ് ആളുകള് ഇതിപ്പോ ഞാനിവിടെ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അയാൾ കാണാൻ പോകുന്നില്ലല്ലോ എന്ന് കരുതി ഒന്നും പ്രതികരിക്കാതിരിക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, പോത്തിന്റെ പുറത്ത് മഴ കൊള്ളുന്ന പോലെ. അതുപോലെ ഈ നമ്മൾ പറയുന്ന ആശയം, പറയുന്ന നിർദ്ദേശം കൊള്ളാൻ പറ്റാത്ത ആളുകൾക്ക് ഇത് ഒന്നും കൊള്ളൂല. സസെപ്റ്റബിലിറ്റി എന്നൊരു കാര്യമുണ്ട്. നിർദ്ദേശങ്ങൾ കേൾക്കുമ്പോൾ എടുക്കാനുള്ള ഒരു മനസ്സ്. ഞാൻ ഒരു സ്വയംപൂർണ്ണ വ്യക്തിയാണെന്നും എനിക്ക് എന്റെ ധിഷണയുണ്ടെന്നും എന്റെ കമാൻഡ് ഉണ്ടെന്നും മറ്റൊരു കമാൻഡ് എനിക്ക് ആവശ്യമില്ല എന്നും ഉള്ള ഒരാൾ ഇത് കേൾക്കില്ല, ഞാൻ ഈ പറയുന്നത് കേൾക്കില്ല, അനുസരിക്കില്ല. അങ്ങനെ ആൾക്ക് സത്യത്തിൽ ഇങ്ങനൊരു പ്രഭാഷണം കേൾക്കേണ്ട കാര്യമില്ല, അവർക്ക് വിട്ടുപോകാം. ബാക്കിയുള്ളവർ നമ്മുടെ കൂടെ കൂടുക കേട്ടോ. ഞാനത് പറഞ്ഞത് ചിലർക്ക് കൊള്ളാൻ വേണ്ടിയാണ്. കൊണ്ടെങ്കിൽ ഞാൻ ധന്യനായി. ഓക്കെ, അപ്പൊ നമുക്ക് പ്രസന്റേഷനിലേക്ക് പോവാം. സ്ക്രീൻ കാണുന്നുണ്ടോ എന്നൊന്ന് ടൈപ്പ് ചെയ്തേക്കോട്ടോ. ഓക്കെ, താങ്ക് യു all. Q-Life പ്രാക്സിസ്. Q-Life എന്ന് വെച്ചാൽ ക്വാണ്ടം ലൈഫ്, കണികാ ജീവിതം എന്നൊക്കെ പറയാം. പ്രാക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനാക്രമം എന്നാണ് അർത്ഥം. സാധനയുടെ ക്രമം, സെറ്റ് ഓഫ് പ്രാക്ടീസസ്, അതാണ്. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്കോ വില്ലേജിന്റെ പാർട്ടിസിപ്പേഷന്റെ ഭാഗമായിട്ട് 3-4 തലങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫെലോഷിപ്പാണ്, മൂന്നാമത്തത് ഇൻമേറ്റ്ഷിപ്പാണ്, നാലാമത്തത് മെമ്പർഷിപ്പാണ്. ഇതിനിടയിൽ വേറെ തലങ്ങളുണ്ട്, വോളണ്ടിയർഷിപ്പ് ഉണ്ട്, അങ്ങനെ പല പല തലങ്ങളുണ്ട്, പാരന്റ്ഷിപ്പ് ഉണ്ട്, അങ്ങനെ പല ഘട്ടങ്ങളുണ്ടെങ്കിലും ഇവയാണ് ക്ലിയർ ആയിട്ട് ഉള്ള 3 തലങ്ങൾ. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ആദ്യഘട്ടം ആയിട്ടുള്ള പല കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളിൽ ഒന്നാണ് പോസിറ്റിവേഷൻ. 7ാമത്തെ കോഴ്സാണ് ഇത്, പോസിറ്റിവേഷൻ, ആൻ ഓവർവ്യൂ ഓൺ വിന്നിങ് യുവർ നെഗറ്റീവ്സ്. നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ്സിനെ നിങ്ങൾക്ക് എങ്ങനെ അതിജീവിക്കാം, അതിന്റെ മുകളിൽ എങ്ങനെ നിങ്ങൾക്ക് വിജയം അല്ലെങ്കിൽ ആധിപത്യം നേടാം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഓക്കെ, അപ്പൊ ഇതില് ഈ ഫസ്റ്റ് ആയിട്ട് അവതരിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് ഇത് ചാപ്റ്റർ 0 എന്നാണ് പറയുന്നത്. ചാപ്റ്റർ 1 മറ്റന്നാൾ തുടങ്ങും. ചാപ്റ്റർ 0 എന്നുള്ളത് നാളെ നിങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരും. അത് നാളെ നോക്കാം. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം, അതായത് സൂം പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ന് മാത്രമേ ഉള്ളൂ. കാരണം സൂം പ്രോഗ്രാമിലല്ല കാര്യം. സൂം പ്രോഗ്രാം നിങ്ങളെ മുഖതാവിൽ കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഫലമുണ്ടാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളോട് സംവദിക്കണം, നിങ്ങൾ നിങ്ങളോട് സംസാരിക്കണം. അതിന് സമയം കണ്ടെത്തുന്നവർ മാത്രം ഈ ഒരു പ്രാക്ടീസിൽ നിന്നാൽ മതി, അല്ലാത്തവർക്ക് അത് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഇതൊരു ഹോം വർക്കൗട്ടാണ്, വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു ഹോം വർക്കൗട്ടാണ്. ഓക്കെ, ഇത് ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജിന്റെ ഒരു ഫണ്ട് റൈസിംഗ് പ്രോഗ്രാമാണ്.
നമുക്ക് ധനശേഖരണാർത്ഥവും വ്യക്തികളെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ കൂടെ ജീവിക്കാനോ നമ്മളിൽ നിന്നും ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അവനവന്റെ നാട്ടിൽ ഇത് നടപ്പിലാക്കാനോ ശേഷിയുള്ള താല്പര്യമുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജിന്റെ പരിപാടിയാണ്, അത് മനസ്സിലാക്കുക. ഓക്കെ, റൈറ്റ്. ഇപ്പൊ പോസിറ്റിവേഷൻ നമ്മുടെ വിഷയം, ശുഭീകരണം എന്നാണ് അതിന്റെ മലയാളം. ഓക്കെ, നിങ്ങൾ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ചിത്രം, കരച്ചിലിൽ നിന്നും ചിരിയിലേക്ക് പോകുന്ന ഈ പെൺകുട്ടിയുടെ ചിത്രം. ഓക്കെ, ഇതാണ് പോസിറ്റിവേഷൻ. നിങ്ങൾ ഏതവസ്ഥയിൽ ആണെങ്കിലും ശുഭകരമായ ഒരവസ്ഥയിലേക്ക് സ്വയം പരിവർത്തിക്കുന്ന ഒരവസ്ഥയാണ് പോസിറ്റിവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിലും ആരോഗ്യകരമായിട്ടിരിക്കണമെങ്കിലും കാര്യങ്ങളെ ശാന്തമായി കൊണ്ടുപോകണമെങ്കിലും ഒക്കെ നമ്മൾ പോസിറ്റീവായിരിക്കണം എന്ന് പറയും. അങ്ങനെ പോസിറ്റീവായിരിക്കുകയാണെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആവും, ജീവിതത്തിൽ വിജയിക്കും. അതുപോലെ തന്നെ നമ്മൾ ഹാപ്പി ആയിരിക്കും, അല്ലെ? അപ്പൊ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, അറിയാത്ത വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ. നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളത് അറിയാത്ത ആളുകൾ വളരെ കുറവാണ്. നമുക്ക് പക്ഷെ അങ്ങനെ ആയിരിക്കാനാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. എല്ലാവർക്കും അറിയാം, പക്ഷെ ആയിരിക്കാനാണ് ബുദ്ധിമുട്ട്. ഇതൊക്കെ ചില ആളുകളൊക്കെ ഉണ്ട്, ഗേറ്റിന്റെ വെളിയിൽ പോയാൽ ഭയങ്കര മാന്യന്മാരായിരിക്കും. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ആളുകളോട് സംസാരിക്കുന്ന മുഴുവൻ തലകീഴായിട്ടായിരിക്കും. ഞാൻ ഈ പറയുന്നത് നിങ്ങളോടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെയാണ് ഈ പറയുന്നത്. നമുക്ക് വീട്ടിനകത്തേക്ക് കയറുമ്പോൾ ഭയങ്കര ഇരുണ്ട മുഖവും ഒക്കെ ആയിട്ടായിരിക്കും, പിന്നെ ധാർഷ്ട്യാണ് കാണിക്കുക. അപ്പോ നമുക്ക് പോസിറ്റീവ് ആകണമെന്ന് അറിയാമെങ്കിൽ പോലും അങ്ങനെ ആയി തീരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു മാനേജ്മെന്റ് ഇഷ്യൂ ആണ്. നമുക്കത് മാനേജ് ചെയ്യാൻ കഴിയാത്തതിന്റെ പ്രശ്നം മാത്രമാണ്, ഈഗോയുടെ ഒരു പ്രശ്നമാണിത്. അപ്പൊ ഇതൊരു പ്യുവർലി ഒരു മാനേജ്മെന്റ് ഇഷ്യൂ ആണ്. ഓക്കെ, ഏത് മൊമെന്റിനെയും ഏത് നിമിഷത്തെയും പോസിറ്റീവാക്കി മാറ്റുക, അതിൽ നിന്നും ശുഭകരമായതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് പോസിറ്റിവേഷൻ. ഒരാൾ മരിച്ചു കിടക്കുന്നു, നമ്മളെ പ്രിയപ്പെട്ട ആള് മരിച്ചു കിടക്കുന്നുവെങ്കിൽ ആ മരണത്തിനകത്ത് ഒരുപാട് നെഗറ്റീവ്സ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആകെ തകർന്നു പോകുന്നുണ്ടാവും. ആ സമയത്ത് അതിലും ശുഭകരമായത് കണ്ടെത്തി അതിനെ ഉപജീവിച്ച് മുൻപോട്ട് പോകാൻ കഴിയുമ്പോഴാണ് നമ്മൾ പോസിറ്റിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എത്ര തീവ്രമായ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നാലും അതിനെ അതിജീവിച്ച് അതിൽ നിന്നും ശുഭകരമായതിനെ കണ്ടെത്തി അതിലൂടെ മുൻപോട്ട് കയറി വരുന്നതിനാണ് പോസിറ്റിവേഷൻ എന്ന് പറയുന്നത്. ഈ കോഴ്സിലൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വിഷയത്തിൽ കൂടുതൽ ആശയങ്ങൾ കിട്ടും, കൂടുതൽ ബോധ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, പ്രകൃതിയില് എല്ലാം പോസിറ്റീവ്സ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ബയോളജിക്കൽ ആയിട്ടുള്ള നിങ്ങളുടെ ബർത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. എത്രയോ ലക്ഷോപലക്ഷം സ്പേമുകളിൽ നിന്നും ആണ് നിങ്ങൾ വിജയിച്ച ഒരു ജീവിയായി പരിവർത്തിച്ചത്, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോ ജീവിതം എന്നുള്ളത് എപ്പോഴും വിജയകരമായതിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സംഭവിക്കുക. അപ്പോ ജീവിതം എന്നുള്ളത് ശുഭീകൃതമാണ്, പോസിറ്റീവാണ്, ശുഭകരമാണ്. ഓക്കെ, അതില് നമ്മൾ ഈ ശുഭകരമായതും കൊണ്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു പിൻവലിവുണ്ട്, ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന ഒരു കൊളുത്തുണ്ട്. ആണ് ഹുക്ക് ഓഫ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് വൈകാരിക രൂപത്തിൽ വരാം, വികാരങ്ങളുടെ രൂപത്തിൽ. ഒരു ചെറിയ വിഷമം ഉണ്ടായി, ആ വിഷമം എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ നിരന്തരമായി ബാധിക്കുന്ന സമയത്ത് അത് നെഗറ്റീവായിട്ട് ബാധിക്കാം. കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നേരത്തെ വർഗീസേട്ടൻ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ കാഴ്ചപ്പാട് എന്നുള്ളത് ബിലീഫ് സിസ്റ്റം ഒക്കെ ആയിട്ട് നമ്മുടെ പെർസീവൻസും നമ്മുടെ പെർസ്പെക്റ്റീവ് എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഉപബോധ ചിത്രം മൊത്തത്തിൽ എന്തായി നിൽക്കുന്നു അത് നമ്മളെ പിൻവലിക്കാറുണ്ട്, നമ്മളെ പുറകോട്ട് കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഫാൾസ് നോളജ് എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഒരിക്കലും ഇഗ്നറൻസിനെ അല്ല. ഇഗ്നറൻസ് എന്ന് പറയുന്നത് അറിവില്ലായ്കയാണ്. അറിവില്ലായ്ക ഒരു കുഴപ്പം പിടിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ സത്യത്തിൽ നൈർമല്യമാണ്. വിവരക്കേട് എന്ന് പറയുന്നത് നൈർമല്യമാണ്. ഒരാൾ വിവരം കെട്ടവനായിട്ട് നമ്മുടെ മുമ്പിൽ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അയാൾ നിർമ്മലാണ്, അയാൾക്ക് കുഴപ്പമില്ല. പക്ഷെ തെറ്റായി അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലോ അത് അപകടമാണ്. ഓക്കെ, തെറ്റായ അറിവ് അപകടമാണ്. അത് നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ്സ് ഉണ്ടാക്കും. ഓക്കെ, തെറ്റായ അറിവ്. ഈ നെഗറ്റീവ്സ് ഒക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോ ഞാനിവിടെ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് ബർത്ത് ആവുന്നതിന് മുമ്പ് നമ്മൾ ഒരു സൈഗോട്ട് ആയതിന് ശേഷമുള്ള ഒരു കാലം,
അതിനു മുമ്പുള്ള നമുക്ക് വേണമെങ്കിൽ സ്പിരിച്വൽ റീമിൽ നമുക്ക് അതിന് മുമ്പുള്ള കാലത്തേക്ക് നമുക്ക് പറയാം. പക്ഷെ അത് നമ്മളിപ്പോ അതിലേക്ക് പോകുന്നില്ല, അത് അവിടെ ഇരിക്കട്ടെ. ബയോളജിക്കലി ഒരു കുഞ്ഞ് സൈഗോട്ട് എന്നുള്ള അവസ്ഥയിൽ നിന്നും അതിന്റെ ആ ഒറിജിനൽ ഫോമിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അമ്മയുടെ അപ്പോഴത്തെ ഇമോഷൻ എന്താണെന്നുള്ള പഠിക്കേണ്ടി വരും. അത് ഇമോഷണൽ ഇന്റലിജൻസിന്റെ വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി ആ ഇമോഷനെ കുറിച്ച് നിങ്ങൾ ഒളിമ്പസിന്റെ ഒരു കാഴ്ച പഠിക്കേണ്ടതുണ്ട്. എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. നമ്മൾ കൂടുതൽ ആഴങ്ങളിലേക്കുള്ള പഠനങ്ങളിലൂടെ പോകാം, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ നോക്കിയാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടും. അപ്പൊ ഇമോഷൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഉള്ളില്, ഇപ്പൊ ഞാൻ ഒരു അമ്മയാണെങ്കിൽ അമ്മയാകുന്ന എന്റെ ഉള്ളിൽ ഈ ഇമോഷൻ പടർന്നു നിൽക്കും, അതൊരു മണ്ഡലമായി നിൽക്കും. ആ മണ്ഡലത്തിനകത്ത് രൂപം കൊള്ളുന്ന ഒരു കുഞ്ഞ് എന്റെ പരിസ്ഥിതി, പെർമനന്റ് ആയിട്ടുള്ള എന്റെ എൻവയൺമെന്റ് എന്ന് പറയുന്നത് അത്തരത്തില് നെഗേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് ബോധ്യപ്പെടുക. എന്ന് വെച്ചാൽ എന്റെ മണ്ഡലം നെഗറ്റീവ് ആണെന്നാണ് ബോധ്യപ്പെടുക. നെഗറ്റീവ് ആണെന്ന് പോലുമല്ല ബോധ്യപ്പെടുക, നെഗറ്റീവ് ആയിട്ടുള്ള മണ്ഡലത്തെ ഇതാണ് എന്റെ മണ്ഡലം എന്ന രീതിയിലാണ് ബോധ്യപ്പെടുക. അവിടെ മുതൽ തന്നെ നമ്മൾ നെഗേറ്റ് ചെയ്ത് തുടങ്ങും. അതാണ് പലപ്പോഴും പാരഡൈം ആയിട്ട് മാറുന്നത്. അതാണ് നമ്മുടെ ഉള്ളിലെ എന്താ പറയുക, നോളജ് അക്വയർ ചെയ്യാനുള്ള, നോളജിനെ ഓൺ ചെയ്യാനുള്ള നമ്മുടെ ഫാക്കൽറ്റിയെ പോലും മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്ന, മിസ്ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെയായിരിക്കും. ഈ പഠനവൈകല്യം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പഠനവൈകല്യം പോലെ തന്നെയാണ് കാര്യങ്ങളെ തെറ്റായിട്ട് ബോധ്യപ്പെടാനുള്ള ശേഷി എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന ആളുകളെ എടുക്കുകയാണെങ്കിൽ അതിൽ 99 പേർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. 100 പേരെ എടുക്കുകയാണെങ്കിൽ 99 പേർക്കും അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. കാരണം അവർ വളർന്നത് സായിപ്പിന്റെ കൈകളിലൂടെയാണ്, അവന്റെ വിദ്യാഭ്യാസ വ്യവസ്ഥയിലൂടെയാണ്. അത് തന്നെയാണ് പ്രശ്നം. അതിനു മുമ്പ് കുറച്ചെങ്കിലും കാര്യങ്ങളെ മെച്ചപ്പെടുത്തി എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ സിസ്റ്റം വേറൊരു രീതിയിലേക്ക് അവർ മാറ്റിയപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം പോയി. ഓക്കെ, എന്താണെങ്കിലും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ നെഗേറ്റ് ചെയ്യുന്ന ഹുക്ക് ഓഫ് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ അകത്ത് വന്നിട്ടുണ്ടാവും. ഓക്കെ, അകത്തു വന്നിട്ട് അത് നമ്മളെ ബാധിക്കുന്ന, ഞാനൊരു മണ്ഡലത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ആ മണ്ഡലത്തിനകത്ത് ജീവിക്കുന്ന ഒരു ജീവിയുടെ അകത്ത് ഈ മണ്ഡലത്തിന്റെ സ്വാധീനം ഉണ്ടാക്കുന്നത് ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു വിന്യാസത്തിന്റെ രൂപത്തിലായിരിക്കും. ഒരു കാന്തിക മണ്ഡലത്തിന്റെ അകത്ത് ഇരുമ്പ് പൊടി വിതറിയാല്, നിങ്ങൾ കാന്തം കൊണ്ട് ഇരുമ്പ് പൊടിയൊക്കെ എടുത്ത് കളിച്ചിട്ടുണ്ടാവും. കാന്തം ഒരിടത്ത് വെച്ചിട്ട് അതിന്റെ ആ മണ്ഡലത്തിൽ ഇരുമ്പ് പൊടി വിതറിയാല് ഇരുമ്പ് പൊടിയൊക്കെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ, ഈ കുറ്റിപ്പൊടിയുള്ള ചില പിള്ളേരുടെ തലയില് മുടി നിൽക്കുന്നത് പോലെ അതിങ്ങനെ വിതറി ചെതറി നിൽക്കുന്നത് കാണാം. അതെന്ത് ചെയ്താലും ആ മാഗ്നറ്റിക് ലൈൻസ് ഉണ്ടല്ലോ, ആ ലൈൻസിനനുസരിച്ച് ആയിരിക്കും ഈ പൊടിയുടെ ക്രമീകരണം. ആ ക്രമീകരണത്തെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുക. ഇതുപോലെ ഇത്തരമൊരു മണ്ഡലത്തിൽ ജനിച്ചു വളരുന്ന ഒരു കുഞ്ഞിന്റെ, അത് അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ ആദ്യം, അതിനുശേഷം അമ്മയിൽ നിന്നും വെളിയിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ 6 മണിക്കൂർ ഈ ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 6 മണിക്കൂർ കൃത്യമായിട്ടും അച്ഛന്റെയും അമ്മൂമ്മമാരുടെയും കയ്യിലായിരിക്കണം ആ കുഞ്ഞ്. അതിന് പകരം ഒരു പരിചയമില്ലാത്ത, എല്ലാവരെയും ഭത്സിക്കുന്ന രീതിയിലുള്ള നഴ്സുമാരുടെ കയ്യിലാണെങ്കിലോ. അതുപോലെ തന്നെ ഒരുപാട് തെറ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന സംവിധാനത്തിലൂടെ വളർന്നു വരുന്നിരിക്കട്ടെ. അപ്പൊ ഇവയെല്ലാം തന്നെ ഈ കുഞ്ഞിന്റെ തലയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്, ഈ വ്യക്തിയുടെ തലയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന്റെ തലയിൽ ഉണ്ടാക്കി തന്നിട്ടുള്ളത് അത്തരമൊരു ഹാബിറ്റാണ്, അത്തരമൊരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ ഒരു ഹാബിറ്റിന്റെ രൂപത്തിൽ നിങ്ങളുടെ ഉള്ളിൽ വരാം. ചില ആളുകളുണ്ട് എന്ത് പറഞ്ഞാലും കരയും, എങ്ങനെയായാലും കരയും. വലുതാവുന്ന സമയത്ത് കരച്ചിൽ നിർത്തും. ആണാണെന്ന് വെച്ചാൽ കള്ളു കുടിച്ചാൽ കരയും, പെണ്ണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു ഇമ്പാക്ട് ഉണ്ടായാൽ കരയും. ഈ കരച്ചിൽ എവിടുന്നാ വരുന്നത്? ഇത് ഇന്നർ ചൈൽഡിൽ നിന്നും വരുന്നതാണ്. അവരുടെ ചൈൽഡ്ഹുഡിൽ നിന്നും വന്നു കയറി അവരുടെ ഇന്നർ ചൈൽഡായിട്ട് അവിടെ പെർസിസ്റ്റ് ചെയ്യുന്നതാണ്. അതൊരു പാറ്റേൺ ആയിട്ട് അവിടെ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അവരുടെ ഉള്ളിൽ ഈ നെഗേറ്റ് ചെയ്യുന്ന കാര്യം എന്ത് പറഞ്ഞാലും അത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കുന്ന, നെഗറ്റീവ് ആണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന, അത് അങ്ങനെ കരുതുന്ന ഒരാളൊരു വിശേഷം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നെഗറ്റീവായിട്ട് കരുതുന്ന, ശത്രുവായി കരുതുന്ന ഒരു അവസ്ഥ അവരുടെ ഉള്ളിൽ ഉണ്ടായി വരും. ഞങ്ങളുടെ നാട്ടിലൊരു ഇടുമ്പേട്ടൻ ഉണ്ടായിരുന്നു. ഇടുമ്പേട്ടൻ രാവിലെ 5 മണിക്ക് ചായ കുടിക്കാൻ പോകും. ചായ കുടിക്കാൻ പോകുമ്പോൾ നമ്മൾ വഴി വെച്ച് കണ്ടു കഴിഞ്ഞാൽ 5 മണിക്കാണേ, പുലർച്ചെ 5 മണിക്ക് ചായ കുടിക്കാൻ പോകുമ്പോൾ നമ്മൾ വിശേഷം ചോദിക്കും. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെയാ ചോദിക്കാം, എന്താ ചായ കുടിക്കാനാണോ? വെറുതെ ഒരു ചോദ്യം, അമ്പലത്തിലേക്കാണോ ചോദിക്കില്ല, അതുപോലെ വെറുതെ ഒരു ചോദ്യമാണ്. അപ്പൊ ഉള്ളി എടുത്ത വായിക്ക് തിരിച്ചു ചോദിക്കണം, ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്റ്റണ്ടായി പോകും. പകലാണ് പുള്ളിയെ കാണുന്നുണ്ടെങ്കിൽ, പുള്ളി പണിക്കൊക്കെ പോകുന്ന ആളാ, അപ്പൊ പുള്ളിയെ കാണുമ്പോൾ വിശേഷം എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കും, എന്തായിട്ടാ പണിയൊക്കെ ഉണ്ടോ എന്നെങ്ങാനും ചോദിച്ചു പോയാൽ പുള്ളി അടുത്ത വായിക്ക് ചോദിക്കും, ഇല്ലെങ്കിൽ നീ തരുമോ? ഇത് ഒരു രസകരമായിട്ടുള്ള വർത്തമാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അയാളുടെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ചു.
അയാളായിട്ട് നിരന്തരം ഇടപെടുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. അപ്പൊ ഇത്തരം ഒരു ഹുക്ക് ഓഫ് നെഗറ്റീവ് എന്ന് പറയുന്ന സംഭവം ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഒരു ശീലത്തിന്റെ രൂപത്തിൽ നിൽക്കുകയാണ്. അതൊരു തോട്ട് പ്രോസസ്സിന്റെ ഭാഗമായിട്ട്, തോട്ടിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പ്രകൃതിയിൽ പോസിറ്റീവായിട്ടുള്ള സംഭവത്തെ നമ്മളത് ഹുക്ക് ഓഫ് നെഗറ്റീവ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റി റീബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത് മനുഷ്യരിലാണ്. മറ്റ് ജീവജാലങ്ങൾക്ക് ഈ മനുഷ്യർക്കുള്ളതിന്റെ 10% താഴെയാണ് ഉള്ളത്. ഓക്കെ, ഞാൻ 10% എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു കണക്കല്ല, ഏതാണ്ടൊരു കണക്കാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനകത്തൂടെ പോകുന്ന സമയത്ത്, ഈ കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന ലേണിംഗ് സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ് എന്നുള്ളത് എങ്ങനെയാണ് നെഗറ്റീവായിട്ട് മാറിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഹാബിറ്റ്സിൽ, തോട്ട്സിലും ഡീഡ്സിലും ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും. ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ പഠിപ്പിക്കില്ല, നിങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും എന്താണ് അവിടെ കിടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഞാനിവിടെ ഇത് പറഞ്ഞു വന്നപ്പോ പാരഡൈമിനെ കുറിച്ച് പറഞ്ഞു. പാരഡൈമിന്റെ മറ്റൊരു പേരാണ് ബിലീഫ് സിസ്റ്റം എന്നുള്ളത്. ഈ ചിത്രം കണ്ടോ? ഇതിന് വെർച്വൽ റിയാലിറ്റി എന്നാണ് പറയുക. നിങ്ങൾ ഇത് ഈ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ രണ്ട് കണ്ണുകൊണ്ട് കാണുന്ന ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ കണ്ണിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാം. നമുക്ക് തോന്നും നമ്മൾ ആ ലോകത്താണ്. കാരണം നമ്മുടെ ചെവിയിലേക്ക് വരുന്ന ശബ്ദം, ഈ സിമുലേറ്റർ നമ്മുടെ മുൻപിലേക്ക് ഇട്ടുതരുന്ന ചിത്രങ്ങൾ, 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ചിത്രങ്ങളെ കൂടെ നമ്മളെ ഒരു പ്രത്യേക ലോകത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നതായിട്ട് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ ഒന്നും അല്ല നിൽക്കുന്നത്. നമ്മൾ ഫിസിക്കലി നമ്മൾ സാധാരണ ലോകത്താണ് നിൽക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ഒരു കാഴ്ചയുള്ളത് പോലെ തോന്നും. ഇതിപ്പോ കണ്ണ് മറച്ചു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഏതാണ്ട് ഇതുപോലെയാണ് വൈകിട്ട് സീരിയൽ കാണുന്ന അമ്മമാരുടെ കാര്യം. അവിടെയും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. അവരും ഒരു ബിലീഫ് സിസ്റ്റത്തിലാണ് നിൽക്കുന്നത്. അതാണ് ആ ഒരു ലോകത്ത് നിൽക്കുന്നു. അപ്പോ ഇത് കാണുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം. അവർ കണ്ണ് മൊത്തം അടച്ചിട്ടാണ് കഴിക്കുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർ പറയും ഇവര് ബിലീഫ് സിസ്റ്റത്തിലാണ് ജീവിക്കുന്നതെന്ന്. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ TV സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള പുരോഗമനവാദികളായ, ശാസ്ത്രവാദികളായിട്ടുള്ള ആളുകൾക്കൊക്കെ തോന്നും അവര് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ 99% ആളുകളും ഇത്തരം ഒരു ബിലീഫ് സിസ്റ്റത്തിന്റെ മുകളിലാണ് ജീവിക്കുന്നത്. ഇത് പറയുന്ന ഞാൻ ഒരു ബിലീഫ് സിസ്റ്റത്തിന്റെ മുകളിലാണ് ജീവിക്കുന്നത് എന്ന് എനിക്കറിയാം. ഞാനൊരു ബിലീഫ് സിസ്റ്റത്തിന്റെ മുകളിൽ കെട്ടിയുയർത്തിയ ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മാട്രിക്സ് ആണ് എന്ന് എനിക്കറിയാം. ഈ ബിലീഫ് സിസ്റ്റം എത്രത്തോളം പ്രകൃതിയുടെ സ്വാഭാവിക അവസ്ഥയുമായി നീതി പുലർത്താൻ കഴിയുന്നു, അപ്പോഴാണ് അത് ശരിയായി വരിക. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം, പഠിക്കാം, ഡീറ്റെയിൽഡ് ആഴത്തിലേക്ക് പോകാം. കോഗ്നിറ്റീവ് പ്രോസസ്സിനെ കുറിച്ചുള്ള ലേണിംഗ് ഒളിമ്പസിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. നമുക്കത് പോവാം. നമ്മൾ അടുത്ത് തന്നെ കോഗ്നിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറിയൽ എന്നുള്ള പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. സൗജന്യമായിരിക്കും അത്. അതിൽ പങ്കെടുക്കുക, അത് നമുക്ക് മനസ്സിലാക്കാം. എന്താണെങ്കിലും ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? സെറ്റ് ഓഫ് മെമ്മറീസ് ആണ്, ഒരു കൂട്ടം ഓർമ്മകൾ, ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളുടേതായിട്ടുള്ള ഓർമ്മകൾ. ഈ ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു നിൽക്കുന്നത് ന്യൂറൽ പാത്വേകളുടെ രൂപത്തിൽ. ഓർമ്മകൾ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ, ഒരു ചിത്രത്തിന്റെ, ഒരു കാര്യത്തിന്റെ പേരോ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഒരു ഇമേജ് ആയിട്ട് അവിടെ നിൽക്കും. ഒരു സംഭവം, ഒരു കൂട്ടം ആക്ടിവിറ്റീസിന്റെ കാര്യമാണെങ്കിൽ അത് ന്യൂറൽ പാത്വേയുടെ രൂപത്തിലാണ്. നമ്മളൊരു ശീലക്രമം ഉണ്ടാക്കിയിട്ട് ആ ശീലക്രമത്തിന്റെ ഭാഗത്തില് നാഡീധാരയുടെ രൂപത്തിലാണ്, നാഡീസഞ്ചാരധാരയുടെ രൂപത്തിലാണ് ഈ ഒരു അവസ്ഥ നിൽക്കുക, ബിലീഫ് സിസ്റ്റം എന്നുള്ളത് നിൽക്കുക. നമ്മൾ വിശ്വസിക്കുന്നതാണ്, നമ്മൾ ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഏത് തരം വിശ്വാസത്തിലൂടെ പോവുകയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ ചിന്തയെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യം പറയാം. അക്ഷരം എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും പുണ്യമുള്ള സാധനമാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയ എന്നുള്ളത് ഇപ്പോ പുരോഗമനവാദികളായ ആളുകൾ, രക്ഷിതാക്കളൊക്കെ തന്നെ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ വിഷ്വൽ ഇമേജ് തലയിൽ കയറിയിട്ട് വലിയ പ്രശ്നത്തിലാകും. അതിന് പകരം ഒരു പുസ്തകം എടുത്ത് 4 വാക്ക് വായിച്ചുകൂടെ എന്ന് നമ്മൾ കുട്ടികളോട് ചോദിക്കാറുണ്ട്. ഈ പുസ്തകത്തിലൂടെ കിട്ടുന്ന അക്ഷരം എന്താ? വിഷ്വൽ മീഡിയ അല്ലേ? അക്ഷരം എന്ന് വെച്ചാൽ എന്താണ്? അകത്തേക്ക് ഒരു കാര്യവുമല്ലാത്ത സാധനം ഒരു ആശയത്തെ കയറ്റി തരികയും ജന്മത്തത് പോകാതിരിക്കുകയും ചെയ്യും. ഒരിക്കലും ആ സാധനം തലേന്ന് പോവില്ല. ഇത് പുസ്തകം ആണ് ലോകത്തിലെ ഏറ്റവും ഉചിതമായ സാധനം എന്ന് വിചാരിക്കുന്ന ഒരാളുടെ അടുത്ത് ഞാനിത് പറഞ്ഞാൽ
അയാൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോ ഞാൻ ഈ പറയുന്നത് കേട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ കുറിച്ചും ഭാഷയെക്കുറിച്ചും ലിറ്ററേച്ചറിനെ കുറിച്ചും ഹ്യൂമൻ കോഗ്നിഷനെ കുറിച്ചുള്ള ഒരു പാഠത്തിന് ഒരു ഡിബേറ്റുമായിട്ട് നിങ്ങൾ എന്റെ മുന്നിലേക്ക് ഞാൻ പ്രൂവ് ചെയ്ത് തരാം ഇതെങ്ങനെയാണെന്നുള്ളത്. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത് നേരെ തിരിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ സാധനത്തെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ മാംസഭക്ഷണം ശരീരത്തിന് ഏറ്റവും ആവശ്യമാണെന്ന് കരുതുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. മക്കൾ അത് കഴിച്ച് വളർന്നാലേ അവർ വലുതാകുമ്പോൾ പുഷ്ടിപ്പെടുള്ളൂ എന്നുള്ളത്. മാംസം എങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തും എന്ന് വിശ്വസിക്കുന്ന വേറെ കുറച്ച് ആളുകളുണ്ട്. ഇതെങ്ങനെ രണ്ട് ശരി ഒരിടത്ത് വരിക? രണ്ടും ശരിയാണ്, രണ്ട് കാഴ്ചപ്പാടില്. അതാണ് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓരോരുത്തരും അങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാ. എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വയ്ക്കുന്ന സിസ്റ്റത്തിനനുസരിച്ച് അതിനകത്തേക്ക് വരുന്ന സോഫ്റ്റ്വെയർ ഒക്കെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോ എന്താണെങ്കിലും ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കൂട്ടം ഓർമ്മകൾ നമ്മുടെ ചെറിയ കാലം മുതൽ നമ്മുടെ ഉള്ളിലേക്ക്, അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ മുതൽ 8 വയസ്സ് വരെയുള്ള കാലത്ത് നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുള്ള മൊത്തം ഓർമ്മകളുടെ ആകത്തുകയാണ് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ആ വഴിക്ക് കൊണ്ടുപോകുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക വഴിക്ക് കൊണ്ടുപോകുന്നതാണ് ബിലീഫ് സിസ്റ്റം. നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കും നിങ്ങളുടെ ഭക്ഷണം. നിങ്ങൾ ഇപ്പൊ ഈ ക്ലാസ് കേൾക്കാൻ വന്നത്, ഇങ്ങനെ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരിവർത്തനം ഉണ്ടാകുന്നുള്ളത്, അല്ലെങ്കിൽ ഇത്തരം ഒരു ക്ലാസ് കേട്ടാൽ നന്നായിരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇവൻ പറയാൻ പോകുന്നത് എന്നുള്ളത്, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ചില തോട്ട് പ്രോസസ്സിന്റെയും അതിനനുസരിച്ച് നിങ്ങൾ പാകപ്പെട്ടു വന്നിട്ടുള്ള ചില ക്രമീകരണങ്ങളുടെയൊക്കെ ഭാഗമായി നിങ്ങളിൽ നിൽക്കുന്ന ബിലീഫ് സിസ്റ്റം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ ഈ ബിലീഫ് സിസ്റ്റം എന്നുള്ളത് നമ്മളെ വല്ലാതെ ലിമിറ്റ് ചെയ്യും. പലയിടത്തും ശരിക്കും ലിമിറ്റ് ചെയ്യുന്നത്, നമുക്ക് റിയാലിറ്റിയെ ഒരിക്കലും മനസ്സിലാക്കാതെ ബിലീഫ് സിസ്റ്റം നമ്മളെ ചില വെർച്വൽ റിയാലിറ്റികൾ കാണിച്ചുകൊണ്ടാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മളെ ലിമിറ്റ് ചെയ്യും. അപ്പോ ഈ ബിലീഫ് സിസ്റ്റം നമ്മളെ വല്ലാതെ ഹാബിച്വലൈസ് ചെയ്യുകയും കൂടെ ചെയ്യും. നമ്മളെ പല ശീലങ്ങളിലും അടിമപ്പെടുത്തുകയും ചെയ്യും. അതിനെ മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുക. ബിലീഫ് സിസ്റ്റത്തെ മാറ്റിയാൽ മാത്രമേ നമുക്ക് പോസിറ്റിവേറ്റ് ചെയ്യാൻ കഴിയൂ. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹിഡുമ്പൻ ചേട്ടൻ ഈ നെഗറ്റീവ്സ് പറയുന്നത് അയാളുടെ ജീവിതത്തിന്റെ ചര്യയായി കൊണ്ടു നടക്കുന്ന ഒരവസ്ഥ നമ്മളിലുണ്ടെങ്കിലോ അത് കൂടെ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രശ്നമാണ്, നമുക്കും പ്രശ്നമാണ്. അപ്പോ അതിനെ മാറ്റണമെങ്കിൽ നമ്മുടെ ഈ ശീലം മാറ്റണം, തോട്ടിന്റെ പാറ്റേൺ മാറ്റണം. ഈ പാറ്റേൺ മാറ്റണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മെമ്മറീസുമായിട്ട്, നമ്മൾ ചുറ്റുപാടുമുള്ള കാര്യങ്ങളുമായിട്ടും നമ്മുടെ നെഗറ്റീവ്സ് വരുന്ന ഒരവസ്ഥയുമായിട്ടും ഈ ഒരു പാറ്റേണിനെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ ആ ഹാബിറ്റിനെ അറ്റൻഡ് ചെയ്ത് അതിലേക്ക് ഇടപെട്ടുകൊണ്ട് അതിനെ പരിവർത്തിപ്പിക്കണം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ അറ്റൻഷൻ തരാം. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ മുകളിൽ നമുക്ക് ശ്രദ്ധയില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ജോലിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ഇപ്പോ ഹൂ ആർ യു എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ പേര് പറയും. വാട്ട് ആർ യു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രൊഫഷൻ പറയും. ഹൂ ആർ യു എന്നുള്ളതിനേക്കാളും പ്രാധാന്യം വാട്ട് ആർ യു എന്നുള്ളതാണെന്ന് PSC എഴുതിയവനൊരുത്തനെ നോക്കിയാൽ മനസ്സിലാവും. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി വിശേഷം ചോദിച്ച് കുശലം ചോദിച്ച് ജീവിച്ചിരുന്നൊരുത്തൻ PSC കിട്ടി ഗവൺമെന്റ് എംപ്ലോയി ആയ 2 മാസം, സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത്, എല്ലാവരുടെയും കാര്യമല്ല, 2 മാസം കൊണ്ട് പിന്നെ അവർക്ക് പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ, ശമ്പള സ്കെയില്, ഈ പരിഷ്കരണം, കൺഫർമേഷൻ, ഇങ്ങനെ കുറെ കാര്യങ്ങളിലാണ് അവർ ജീവിക്കുക. അവരങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് അവരുടെ ബിലീഫ് സിസ്റ്റം എന്നുള്ളത് അതിലേക്ക് അവർ സ്വയം അങ്ങ് പരിവർത്തിപ്പിക്കുകയാണ്. അപ്പോ ഇവര് ഒരു പ്രൊഫഷണൽ ആയി കഴിഞ്ഞാൽ ഈ പ്രൊഫഷണൽ ഈഗോ എന്നുള്ള സംഭവത്തിന്റെ അകത്തേക്ക് അവരെ തളച്ചിടും. അതുപോലെ തന്നെ അവരാരുടെ, ഇപ്പൊ മലയാളിയുടെ കാര്യം പലപ്പോഴും പറയുന്നത് കേട്ടില്ല, ജനിച്ചു മരിച്ചു എന്നുള്ളതിന്റെ ഇടയിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന, മറ്റുള്ളവർ എന്തു പറയുമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന അത്ര മലയാളിയുടെ ജീവിതം. അപ്പോ ഇതുപോലുള്ള ഒരു ജീവിതത്തിൽ പോകുന്ന ഒരാൾക്ക് ഒരിക്കലും അവനവനെ അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല. അപ്പൊ നമ്മുടെ ഹാബിറ്റുകളെ, നമ്മുടെ ശീലങ്ങളെ, നമ്മുടെ ചെയ്തികളെ, നമ്മൾ ചെയ്യുന്ന ഓരോ നിമിഷത്തെയും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയണം. നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന സമയത്ത് മാത്രമേ നമുക്ക് ബിലീഫ് സിസ്റ്റത്തെ മാറ്റാൻ കഴിയുള്ളൂ. ഈ അറ്റൻഷനെ ഈ കോഴ്സ് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യും. നിങ്ങളുടെ ഹാബിറ്റ്സിനെ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തുടങ്ങുന്ന ദിവസം മുതൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും. നമ്മൾ 21 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നു. 7 ദിവസമാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. 7 ദിവസത്തിന്റെ 1-ാം ദിവസം മുതൽ നിങ്ങൾക്കത് മനസ്സിലാവാൻ തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് നല്ല ബോധ്യമായിരിക്കും നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എവിടെ നിൽക്കുന്നു, നിങ്ങൾ അതിനെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, നിങ്ങളുടെ ഹാബിറ്റ്സ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ നെഗറ്റീവ്സ് എന്ന് പറയുന്ന സാധനങ്ങളില്ലേ, നമ്മളെപ്പോഴും നെഗറ്റീവ്സിനെ പോസിറ്റീവ് ആക്കാനാണ് ഈ പരിപാടി ഒക്കെ ചെയ്യുന്നത്. ഇത് എവിടെയാണ് ഈ സാധനം?
നെഗറ്റീവ് എന്ന് പറയുന്ന സംഭവം എവിടെയാണ്? ചിത്രം കാണിച്ചല്ലോ അല്ലെ? നമ്മുടെ ഉള്ളില് നെഗറ്റീവ് എന്നുള്ള സാധനം നമ്മൾ കരുതി വെക്കും, ഡിഫൈൻ ചെയ്ത് വെക്കും. നമ്മൾ ആദ്യമേ നോൺ വെജ് കഴിക്കുന്നത് പാപമാണ്, സ്ത്രീയും പുരുഷനും സംസാരിച്ചാൽ പാപമാണ്, അത് ഒളിഞ്ഞിട്ടാണെങ്കിൽ എനിക്കാകാം, മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് പാപമാണ് എന്ന രീതിയിൽ നമ്മൾ അതിൽ ഡിഫൈൻ ചെയ്തു വെച്ചു. നമ്മൾ നമ്മുടെ സദാചാരത്തെ, നമ്മുടെ ശരി തെറ്റുകളെ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തു വെക്കുന്നു. എങ്ങനെയാ ഡിഫൈൻ ചെയ്ത് വെക്കുക? നമ്മൾ ഏത് സാഹചര്യത്തിൽ ജീവിച്ചോ, നമ്മൾ ആരുടെ അടുത്ത് നിന്ന് വളർന്നോ, നമ്മൾ എങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണോ വളർന്നു വന്നത്, അവിടെ നിന്ന് നമ്മൾ ആ ഡെഫിനേഷൻ സ്വീകരിച്ചു. അത് എന്നിട്ട് നമ്മൾ അകത്ത് ഡിഫൈൻ ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനകത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള അതിൽ നിന്നും നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഒരു ഈവന്റ് കണ്ടു, നമ്മൾ മുമ്പിൽ ഒരു സംഭവം കണ്ടു, അപ്പൊ അതിന് നമ്മൾ നെഗറ്റീവ് കണ്ടു. ഈ ആദ്യത്തെ ഡെഫിനേഷൻ അനുസരിച്ച് ഒരു സാധനത്തിന് അവിടെ കണ്ടു, ഉടനെ അതാ നെഗറ്റീവ് എന്നുള്ള സാധനം നമ്മൾ കണ്ടു. അപ്പൊ ഈ സ്കെയിൽസ് എന്ന് പറയുന്നത്, ഈ നെഗറ്റീവ് ആണെന്ന് പറയുന്ന സ്കെയിൽ എവിടെ നിന്നാ വന്നത്? അവിടെ നിന്നാണോ? നിങ്ങൾ നെഗറ്റീവ് കണ്ടു, മുമ്പിലൊരു സംഭവം, ഒരു ഈവന്റ് കണ്ടു, ആ നെഗറ്റീവിനെ നമ്മൾ കണ്ടറിഞ്ഞത് എവിടെന്നാ? അവിടെയാണോ നെഗറ്റീവ് ഇരിക്കുന്നത്? അതിന്റെ സ്കെയിൽ ഇരിക്കുന്നത് നിങ്ങളുടെ ഓർമ്മയിലാണ് ഇരിക്കുന്നത്. ആ ഈവന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ വെറും ഒരു ഈവന്റ് മാത്രമാണ്. അത് ശരി തെറ്റ് എന്ന് വിവേചിച്ചത് നിങ്ങളുടെ അകത്ത് റിസൈഡ് ചെയ്യുന്ന മെമ്മറിയാണ്. ആ അളവുകോലുകൾ നിങ്ങളുടെ അകത്താണ് ഇരിക്കുന്നത്. ശരിയെന്ന് തെറ്റത്, ഇപ്പൊ ഞാൻ ഈ പറയുന്ന ക്ലാസ്, ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, ഞാൻ ഇവിടെ അവതരിപ്പിച്ച ടോപ്പിക്സ് ശരിയെന്നോ തെറ്റെന്നോ നിങ്ങൾ വിവേചിക്കുന്നുണ്ടെങ്കിൽ, ശരിയാണെന്ന് വിവേചിച്ചാലും ശരി, തെറ്റാണെന്ന് വിവേചിച്ചാലും ശരി, അത് കണ്ടെത്തുന്നത് നിങ്ങളാണ്, ഞാനല്ല. ഞാനിവിടെ ചിലത് പറഞ്ഞു പോകുന്നു, അതിന് ശരിയെന്നോ തെറ്റെന്നോ ഇല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു. പക്ഷെ ശരി തെറ്റെന്ന് വിവേചിക്കുന്നത് നിങ്ങളാണ്. അപ്പോ ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ നടക്കുന്ന സമയത്ത് അത് ഒരു സംഭവം മാത്രമാണ്, വെറും ഒരു സംഭവം മാത്രമാണ്. അത് ശരി തെറ്റെന്നുള്ളതൊന്നുമില്ല, അത് സംഭവം മാത്രമാണ്. അത് ശരിയെന്നും തെറ്റെന്നും അളക്കുന്ന ആ അളവുകോൽ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പൊ എവിടെയാ ഇപ്പൊ തെറ്റ് എന്ന് നമ്മൾ അനുമാനിച്ചു ഒന്നിനെ, അപ്പൊ ഈ തെറ്റ് എവിടെയാ ഇരിക്കുന്നത്? സംഭവത്തിലാണോ നമുക്കകത്താണോ? ഈ സംഭവത്തുള്ളത് വെറും ഒരു ഈവന്റ് ആണ്. അപ്പോ ഈ കുറ്റം കണ്ടുപിടിക്കുക, മറ്റേത് നെഗറ്റീവ് ആണെന്ന് നമ്മളൊരു സംഭവം മനസ്സിലാക്കുക, അങ്ങനെയാണെന്നുള്ളത് പ്യൂർ ആയിട്ടൊരു മെന്റൽ പ്രോസസ്സാണ്. അതിലല്ല നെഗറ്റീവ്, സമൂഹത്തിലല്ല നെഗറ്റീവ്, നടക്കുന്ന സംഭവത്തിലല്ല നെഗറ്റീവ്. നെഗറ്റീവ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ ഈ അകത്താണ്, മനോതലത്തിലാണ് ഈ സംഭവം നിൽക്കുന്നത്. അതായത് ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്കകത്താണ്, വെളിയിലല്ല, ആ സംഭവത്തിലല്ല നിൽക്കുന്നത്. അപ്പോ ഒരു കാര്യം കൃത്യമായി ബോധ്യപ്പെടുക, നമ്മൾ ഒരു കാര്യത്തിന്റെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത്, നെഗറ്റീവ് ആകണമെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത്, അത് സംഭവിക്കുന്നത്, ആ കുറ്റം എന്നുള്ളത് സംഭവിക്കുന്നത്, കുറവ് എന്നുള്ളത് കണ്ടെത്തുന്നത്, ആ കുറവ് എന്നുള്ളതിന്റെ അളവുകോലിരിക്കുന്നത്, കുറവെന്നത് തന്നെ ഇരിക്കുന്നത് നമുക്കകത്താണ്. അത് മറ്റൊരാളിൽ, മറ്റൊരു സംഭവത്തിൽ നമുക്ക് ചാരാൻ പാടില്ല. അതിന്റെ ദോഷം, ആ കുറ്റത്തിന്റെ ദോഷം, നിങ്ങളൊരു കുറ്റം കണ്ടെത്തിയാൽ ആ കുറ്റത്തിന് എന്തോ ഒരു കുഴപ്പമുള്ളത് കൊണ്ടാണല്ലോ, അതുകൊണ്ട് എന്തോ സൈഡ് എഫക്റ്റ് ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ കുറ്റമാണെന്ന് പറയുന്നത്. അപ്പോ ഈ സൈഡ് എഫക്റ്റ് ആരെയാണ് ബാധിക്കുക? ഈ കുറ്റം ഇരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു തന്നല്ലോ, അത് നിങ്ങളുടെ അകമാണ്. പിന്നെ അതിന്റെ സൈഡ് എഫക്റ്റ് ആർക്കാ ഉണ്ടാവുക? നിങ്ങളെയാണ് ബാധിക്കുക, നമ്മളെയാണത് ബാധിക്കുക. നമ്മൾ ഒരു കുറ്റം കണ്ടെത്താൻ പോകുന്നുണ്ടെങ്കിൽ നമ്മളെയാണത് ബാധിക്കുക. അതെങ്ങനെയാണ് ബാധിക്കുക എന്നുള്ള കാര്യം ഈ കോഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തരും. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ബോധ്യപ്പെടും കേട്ടോ, പ്രാക്ടീസ് ചെയ്യാത്തവർക്ക് ഒരു നിവൃത്തിയില്ല. അപ്പോ നമുക്ക് ഈ നെഗറ്റീവ് എന്നുള്ളത് ആണ് നമ്മുടെ ഇഷ്യൂ. നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ഉണ്ട്, അത് പോസിറ്റീവ് ആക്കണം എന്നുള്ളത്, അതാണ് നമ്മള് കടന്നു വന്നിട്ടുള്ള വഴി എന്ന് പറയുന്നത്. നമുക്കകത്ത് നെഗറ്റീവ് ഉണ്ട്, അത് പോസിറ്റീവ് ആക്കുന്നുള്ളത്. ഇത് നെഗറ്റീവായിട്ട് കാണാൻ, ഈ മുമ്പിൽ കാണുന്ന സാധനത്തിൽ നെഗറ്റീവ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്ട് നമ്മൾ ട്രെയിൻഡ് ആണ്, വി ഹാവ് ബീൻ ട്രെയിൻഡ് ആണ്.
അപ്പോ നമുക്കകത്ത് നമ്മൾ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ്. ഈ മുമ്പിൽ കാണുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും, വസ്തുതകളിൽ നിന്നും, സംഭവങ്ങളിൽ നിന്നും നമ്മൾ ഇങ്ങനെ നെഗറ്റീവ്സിനെ കണ്ടറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോ നമ്മുടെ ഇപ്പൊ നല്ലൊരു മോട്ടിവേഷണൽ ക്ലാസ്സിൽ പോയി ഇങ്ങനെയൊന്നുമല്ല, കാഴ്ചപ്പാടുകൾ കൃത്യമായിട്ട് കൊണ്ടുപോകണം, നമ്മൾ ലോകത്തെ കൃത്യമായിട്ട് കാണണം, ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങിയാൽ മതി. നിങ്ങൾ വെളിയിലേക്ക് ഒന്ന് ഇറങ്ങിയാൽ മതി, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങും. ഈ സംഭവം, ഈ ക്ലാസ് കേട്ടതൊക്കെ തന്നെ ഓരോ മണിക്കൂർ കഴിയുന്നവരും കുറഞ്ഞു വന്നിട്ട് ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഒന്നും ബാക്കി ഉണ്ടാവില്ല. നമുക്ക് മുഴുവൻ ഇപ്പൊ ഞാൻ ഈ പറയുന്ന ക്ലാസ് കേട്ടിട്ട് എന്താ പോലെ ഉണ്ടാവുക? ഇതുവരെ ഉണ്ടാവാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കൃത്യമായിട്ട് വേട്ടയാടി. സംഭവം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന റെസിഡന്റ് ആയിട്ട് കിടക്കുന്ന ആ നെഗറ്റീവ് എന്നുള്ളത് നിങ്ങളെ വേട്ടയാടും. അതിനെ മാറ്റണമെങ്കിൽ, അതിനെ പരിവർത്തിപ്പിക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. അതിനുള്ള വഴി എന്ന് പറയുന്നത്, ആകെയുള്ള വഴി എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് കാര്യമില്ല, ക്ലാസ് കേട്ടിട്ട് കാര്യമില്ല, മഹാന്മാരുടെ വചനങ്ങൾ കേട്ടിട്ട് കാര്യമില്ല, ഒന്നും കാര്യമില്ല. ആകെ ഒറ്റ വഴി എന്ന് വെച്ചാൽ പ്രാക്ടീസിങ് ആണ്. പ്രാക്ടീസ് പോസിറ്റിവേഷൻ, ശുഭീകരണം പ്രാക്ടീസ് ചെയ്യുക. അതല്ലാണ്ട് മറ്റൊരു മാർഗ്ഗമില്ല. എങ്ങനെയാണ് കാര്യങ്ങളെ ശുഭീകരിക്കുക? ഒരു നിമിഷം നമുക്കൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ശുഭീകരിക്കുക എന്നുള്ളത് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അതിലേക്കാണ് ഈ കോഴ്സ് നിങ്ങളെ നയിക്കുക. എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുക? അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു സംഭവത്തെ കണ്ടു, അതിനകത്ത് എന്തെങ്കിലും ഒരു ഈവന്റ് ഉണ്ടെങ്കിൽ അതിനെ എന്താ പറയാ നെഗറ്റീവ് കണ്ടെത്തുന്നതിന് പകരം അതിനകത്ത് ഒരു പോസിറ്റീവ്സിനെയൊക്കെ കണ്ടു, നമ്മൾ അതിനെന്തൊക്കെയാണ് പോസിറ്റീവ്സ് എന്നുള്ളതൊക്കെ കണ്ടെത്തി. അതാണ് നമുക്ക് മനസ്സിലായി. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് വിശദീകരണമൊക്കെ കഴിഞ്ഞു. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി പോവാണ്. പിന്നെ എങ്ങനെ പ്രാക്ടീസ് തുടങ്ങും? നമുക്ക് കോഴ്സിന് അതിനുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്, എങ്കിലും എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി ഇനിയിപ്പോ കോഴ്സിൽ വരുന്നില്ല എന്നുള്ളവർ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്കുള്ളതാണ്. എങ്ങനെയാണ് നമുക്കിതിനെ പോസിറ്റീവ് ആക്കുക? ഈ നിങ്ങളുടെ മുന്നിൽ ഒരു ഈവന്റ് വരുന്നു, ഒരു സംഭവം വരുന്നു, അതിനെ നിങ്ങൾ പോസിറ്റിവേഷൻ ഈവന്റ് എന്നാണ് പറയാ. പോസിറ്റിവേഷൻ ഈവന്റ്. ആ ഈവന്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങളൊരു സംഭവത്തെ ഒരു മോഡലായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു വെന്യൂ വേണമല്ലോ, അതിനൊരു മോഡലായിട്ട് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചിത്രങ്ങൾ, അതിനെ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കിട്ടുന്ന ചിത്രങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന ശബ്ദങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന അനുഭൂതികൾ, ഇവയെല്ലാം നമ്മൾ എടുക്കുന്നു. അതിനകത്തുനിന്ന് നമുക്ക് കുറ്റം പറയാൻ പോകുന്ന കാര്യങ്ങളാണല്ലോ കൂടുതൽ ഉണ്ടാവുക. നമ്മൾ അതൊന്നും വേണ്ട. നമ്മൾ ഇതിനകത്തുനിന്ന് എന്തൊക്കെയാണ് പോസിറ്റീവ്, ശുഭകരമായിട്ട് നല്ലത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് കീനായിട്ട് ഒബ്സർവ് ചെയ്യുക. അതിനകത്ത് എന്ത് നല്ലത് കാണാം എന്നുള്ളത്, അതിന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നുള്ളത് കണ്ടെത്തുക. ഓക്കെ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ, എന്തൊക്കെയാണ് അതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ളത്? നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാള്, പക്ഷെ അയാളുടെ ഇന്നിട്ടുകൊണ്ട് വന്നിട്ടുള്ള ഷർട്ട് നല്ലതാണെന്ന് തോന്നിയ ആ ഇട്ടിരിക്കുന്ന ഷർട്ട് നല്ലതാണ്, ബാക്കിയുള്ള നമ്മൾ എടുക്കണ്ട. നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണെന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ഒരാളെ കാണുമ്പോൾ ഗണിക്കുന്നത്. പക്ഷേ ആ ഇഷ്ടക്കേടിനെ നിങ്ങൾ മാറ്റിവെക്കുക, അതിനെ നിങ്ങൾ നെഗ്ലക്ട് ചെയ്യുക. പകരം അയാൾ ഇട്ടിട്ട് വന്ന ആ ഷർട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറാണെങ്കിൽ അത് എടുത്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ഒന്ന് ലിസ്റ്റ് ചെയ്യുക, ലിസ്റ്റ് ചെയ്ത് സൂക്ഷിക്കുക. അപ്പൊ നിങ്ങൾ അങ്ങനെ ഇതാണ് ഒരു പോസിറ്റിവേഷൻ ഈവന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു പോസിറ്റിവേഷൻ ഈവന്റ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു പോസിറ്റിവേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഇപ്പൊ ഡോക്ടർമാർ ഒരു രോഗിയെ കിട്ടുകഴിഞ്ഞാൽ അവര് അതിന്റെ മുകളിൽ ചികിത്സ നടത്തി പരിശീലിക്കും, അല്ലെ? ഡോക്ടർമാരെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നാണ് പറയാ. ഡോക്ടർമാര് ട്രീറ്റ് ചെയ്തു, ഹീൽ ചെയ്തു എന്നല്ല പറയാ, പ്രാക്ടീസ് ചെയ്യുന്നു എന്നാണ് പറയാ. അപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു സംഭവം കിട്ടുമ്പോൾ അതിനെ ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഉപയോഗിക്കുക. അതുപോലെ നമുക്കൊരു ഈവന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പോസിറ്റിവേഷൻ ഈവന്റ് ആയിട്ട് കണക്കാക്കുന്നു. അതിന്റെ ചിത്രങ്ങളും ശബ്ദങ്ങളും അനുഭവങ്ങളും അനുഭൂതികളെയും കണ്ടെത്തിയിട്ട് അതിൽ നിന്നും നമുക്ക് ശുഭകരമാകുന്ന, നമുക്ക് സന്തോഷം നൽകുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക, അത് ലിസ്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ചങ്ങോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നിങ്ങൾ എന്തിനൊക്കെയാണോ സന്തോഷകരമായിട്ട് മനസ്സിലാക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ പോസിറ്റീവായിട്ട് മനസ്സിലാക്കുന്നത്, അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. പ്രകൃതിയുടെ സ്വഭാവം അതാ. when you find happiness those would repeat. നിങ്ങളുടെ
ജീവിതത്തിൽ അത് വീണ്ടും 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 ശുഭകരമായ കാര്യങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. നിങ്ങളൊരു മാരുതിയുടെ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കാർ വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഒരു സാധാരണക്കാരൻ അയാൾക്ക് ഒരു മാരുതി 800 ഉണ്ട്, എന്നിട്ട് അയാൾ ഒരു ആൾട്ടോ കാർ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അപ്പോ അതുവരെ അയാൾ ആൾട്ടോ കാറിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല, ആൾട്ടോ കാർ കണ്ടിട്ടും ഉണ്ടാവില്ല. പക്ഷെ ഒരു സുഹൃത്ത് പറഞ്ഞു ആൾട്ടോ എന്നുള്ളത് നല്ലൊരു കാറാണ്, വാങ്ങിച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട സിയാസ് കുറെ കൂടെ റോയൽ ആയിട്ടുള്ള കാറാണ്, അത് വാങ്ങിച്ചോട്ടോ എന്ന് ഒരാൾ പറഞ്ഞു എന്നിരിക്കട്ടെ. ഞാൻ കണ്ടിട്ടില്ലല്ലോ ആ കാർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും നമ്മള്. ഇത് കേട്ടതിന് ശേഷം റോഡിലേക്ക് ഇറങ്ങിയാൽ മതി, പിന്നെ കാണുന്നത് മുഴുവൻ ഈ ലോകത്ത് ആകെ സിയാസ് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോ. അതുപോലെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ളത് കണ്ടെത്താൻ ശ്രമിച്ചു തുടങ്ങൂ, പിന്നെ എവിടെ നോക്കിയാലും പോസിറ്റീവ് ആയിരിക്കും. അത് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും, എവിടെ പോയാലും കണ്ടെത്താൻ പറ്റും. നെഗേഷൻസ് ഒരുപാടുണ്ടാവും, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അത് നമ്മൾ കണക്കാക്കണ്ട, ലോകത്ത് ഇതെല്ലാം ഉള്ളതാ. പക്ഷെ നമുക്ക് ഈ സംഭവത്തെ കണ്ടെത്തിയാൽ അത് നമ്മുടെ മുന്നിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിനെ ആവർത്തിച്ച് സംഭവിപ്പിക്കണം. ഈ പോസിറ്റിവിറ്റി എന്നുള്ളത്, പോസിറ്റിവേഷൻ എന്നുള്ള ഒരു അവസ്ഥ, ആ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്, ഹാപ്പിനെസ് നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് നടത്തിപ്പിക്കണം, ഫ്രീക്വന്റ് ആയിട്ട് സംഭവിപ്പിക്കണം. ഓക്കെ, ഫ്രീക്വന്റ് ആയിട്ട് സംഭവിപ്പിക്കാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ കോഴ്സ് നിങ്ങൾക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. കുറച്ച് കാര്യങ്ങളോട് പറയാം. ഓക്കെ, ഈ ഹാപ്പിനെസ് എന്നുള്ളത് ഒരു ഫ്രീക്വന്റ് എക്സ്പീരിയൻസ് ആക്കി മാറ്റുക. അതിന് ചെയ്യേണ്ടത് എന്താ? അതും കൂടെ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യും. നമ്മുടെ ഈ പ്രാക്ടീസിൽ അത് വരുന്നുണ്ട്. ഓക്കെ, ഒന്ന്, നമുക്ക് ഹാപ്പിനെസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് അക്നോളജ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാല്, ഇവിടെ എല്ലാം പ്രകൃതിയാണ് തരുന്നത്. നിങ്ങൾക്ക് സന്തോഷം നൽകിയാലും ശരി, സങ്കടം നൽകിയാലും ശരി, തരുന്നത് ഈ പ്രകൃതിയാണ്. അത് എന്തിനു തരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫങ്ഷണൽ സിസ്റ്റം ഓഫ് നേച്ചർ എന്നുള്ളത് മനസ്സിലാവണം. അത് നിങ്ങൾ പ്രഭാത സത്സംഗത്തിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ മനസ്സിലാവും. നമുക്ക് ഈ കോഴ്സിൽ നമ്മൾ അത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല, കാരണം അതൊരു ലാർജ് ഏരിയ ആണ്, നമ്മൾ അതിലേക്ക് പോകണ്ട ഇപ്പൊ. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, പ്രകൃതി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉരുവാക്കുന്ന മുഴുവൻ കാര്യങ്ങളും കൃത്യമായി ലക്ഷ്യത്തോടു കൂടിയാണ്, ഒരു ഉദ്ദേശ്യമുണ്ട്. കാര്യങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രകൃതി ക്രമീകരിച്ചു വരുന്നത്. നമ്മുടെ മനസ്സുകൊണ്ടുണ്ടാക്കുന്ന പുലിവാലുകളും കുരുത്തക്കേടുകളും അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണ് പ്രകൃതി വിരചിച്ച് വെച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്ത് എന്ന് മനസ്സിലാക്കുക. അതെന്ത് എന്ന് മനസ്സിലാക്കാൻ പ്രകൃതി എന്നുള്ളത് എനിക്ക് വേണ്ടുമ്പോ പോയിട്ട് നമ്മുടെ വേസ്റ്റുകൾ തള്ളാനും നമുക്ക് വേണ്ടുന്ന വിഭവങ്ങളെ വെട്ടിയെടുക്കാനും കൊന്നൊടുക്കാനും വേണ്ടിയിട്ടുള്ള സാധനമാണെന്നുള്ള മനസ്സിലാക്കലിന് പകരം ഡീറ്റെയിൽഡ് ആയിട്ട് പ്രകൃതി എന്നുള്ളത് ഒരു ജീവിയാണെന്നും അമ്മയാണെന്നും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു അളവിലേക്ക് മാറണം. അതിന് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തത്, ഞങ്ങൾ ഇവിടെയുള്ള ഈ നവഗോത്ര സമൂഹക്കാരുണ്ടല്ലോ, അതിന്റെ കൂടെ അങ്ങ് നടന്നാൽ മതി, നിങ്ങൾക്കത് മനസ്സിലായി വരും. ഇവിടെ പ്രകൃതിയിൽ എല്ലാ സംഭവങ്ങളും തന്നിട്ടുള്ള പ്രകൃതിയാണ്, അതിനെ അറിയുക, അതാണെന്ന് അംഗീകരിക്കുക, എഗ്രി ചെയ്യുക. സമ്മതിക്കാൻ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, സമ്മതിക്കുക, അതിനെ റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക. അതിനോട് അതങ്ങനെയാണ് വന്നത്. പ്രകൃതിയിൽ എനിക്കൊരു ഈവന്റ് കിട്ടി, ആ കിട്ടിയ ഈവന്റിനോട് ഞാൻ അക്നോളജ് ചെയ്യുക, തന്നല്ലോ, സന്തോഷം. അതിനോട് ഇത് തരുന്നതിലൂടെ എന്നെ ശക്തിപ്പെടുത്തുന്നതിൽ, ഇപ്പൊ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥ വന്നിരിക്കട്ടെ, ആ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ശുഭീകരിക്കാനുള്ള പ്രാക്ടീസാണ് എനിക്ക് തരുന്നത്. അങ്ങനെ തരുന്നതിലൂടെ പ്രകൃതിയോട് ഞാൻ നന്ദി പറയുക, എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് പറ്റുമെങ്കിൽ ഉറക്കെ പറയുക, താങ്ക്സ് എന്ന് പറയുക, ഉറക്കെ പറയുക, നന്ദി പറയുക. ഇപ്പൊ എന്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് കേൾക്കുന്നു, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളെ ചിലത് ചിന്തിക്കാൻ അത് പ്രേരിപ്പിക്കും. നന്ദി പറയുക, നന്ദി പറയുന്നത് കുറച്ച് ഉറക്കെ പറയുക. അപ്പോ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം നിരന്തരമായിട്ടുണ്ടാകണമെങ്കിൽ, പോസിറ്റിവിറ്റി നിരന്തരമായിട്ടുണ്ടാകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് എങ്ങനെയാണ് വേണ്ടത്, ഏത് തരത്തിലാണ് വേണ്ടത് എന്നുള്ളത് ഈ കോഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വിശദീകരിച്ചു തരും. അപ്പൊ നിങ്ങളൊരു പോസിറ്റേഷൻ ഇവന്റ് കണ്ടെത്തി, അപ്പോ നിങ്ങൾക്കിപ്പോ എങ്ങനെയാണ് വേണ്ടതെന്ന് മനസ്സിലായി. അപ്പോ കാര്യം മനസ്സിലായി. എന്നാ പിന്നെ ഇനിയിപ്പോ അതിലേക്ക് തൂങ്ങിയേക്കാൻ പറഞ്ഞ് തൂങ്ങണ്ട. നിങ്ങളെ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറുക, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് കയറുക. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് കയറുമ്പോൾ അടുത്ത ഈവന്റ് മുമ്പിൽ വന്ന് നിൽക്കും. ഇതിനു മുമ്പ് വരെ ഈവന്റ് വെറും ഒരു ഈവന്റ് ആയിരുന്നു. നമ്മുടെ ഈ ക്ലാസ്സിലൂടെ പങ്കെടുത്തപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മുമ്പിൽ വരുന്ന ഒരു സംഭവം അതെന്തും ആയിക്കൊള്ളട്ടെ, കമ്പ്യൂട്ടർ കേടായി, അല്ലെങ്കിൽ സൂമിൽ കയറാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഈവന്റ് ഉണ്ടായി, എന്ത് സംഭവിച്ചാലും അതൊരു ഈവന്റ് ആണ്. അങ്ങനെ ഒരു ഈവന്റ് ഉണ്ടാകുമ്പോൾ അത് പോസിറ്റിവേറ്റ് ചെയ്യണം എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്.
അതിനുശേഷം നിങ്ങൾ ഈ പരിപാടിയൊക്കെ ഉപേക്ഷിച്ചിട്ട്, ഞാൻ ഈ പറയുന്നത് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ വൈൻഡപ്പ് ചെയ്തിട്ട് അടുത്ത കാര്യത്തിലേക്ക് പൊക്കോളൂ. അടുത്ത ഈ പ്രോഗ്രാം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് 9:30 മണിയായി, കിടക്കാനുള്ള സമയമായി. നിങ്ങൾ നിങ്ങളുടെ മുറിയിലേക്ക് പോകുന്നു, ബെഡിലെ മറ്റേ ബെഡ്ഷീറ്റ് എടുത്ത് വിരിക്കാൻ നോക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും സംഭവിക്കുന്നു. അതൊരു ഈവന്റ് ആണ്. ബെഡ്ഷീറ്റ് എടുത്ത് കൊടയുക എന്നുള്ളതൊരു ഈവന്റ് ആണ്. നിങ്ങളുടെ മുറിയിലേക്ക് പോവുക എന്നുള്ളൊരു ഈവന്റ് ആണ്. ഇതെല്ലാം ഈവന്റുകളാണ്. അപ്പോ അടുത്ത ഈവന്റിലും നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു ഈവന്റ് കാണുന്നു. അതിനെ ഒരു പോസിറ്റിവേഷൻ ഈവന്റ് ആയിട്ട് എടുക്കുന്നു. പോസിറ്റിവേഷൻ ഈവന്റ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് പോസിറ്റിവേഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പ്രകൃതി നമുക്ക് മുൻപിൽ കൊണ്ടുതരുന്ന ഒരു അനുഭവം, അതെന്തുമായിക്കൊള്ളട്ടെ. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പോസിറ്റിവേഷൻ ഈവന്റ് ആണ്. അപ്പോ ഞാൻ മുമ്പേ പറഞ്ഞു എങ്ങനെയാണ് പോസിറ്റിവേഷൻ പ്രോസസ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. അത് മനസ്സിന്റെ ഉള്ളിൽ നടക്കേണ്ടതാണ്. അത് ലിസ്റ്റ് ചെയ്യണം. ലിസ്റ്റ് ചെയ്തിട്ട് അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, താങ്ക്സ് പറയണം. ഓക്കെ. അപ്പോ ഈ പോസിറ്റിവേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോവുക, ഈ പറഞ്ഞ സംഭവത്തിലൂടെ കടന്നു പോവുക. ഇത് കഴിയുമ്പോഴോ അടുത്ത സാധനം വന്ന് നിൽക്കണ്ടാവും മുമ്പില്. ജീവിതത്തിൽ ഈവന്റുകൾക്ക് യാതൊരു പഞ്ഞുമില്ല. ഒരു പഞ്ഞുമില്ലാത്ത സമയത്ത് സ്വാഭാവികമായിട്ടും ഈവന്റുകൾ മാലമാലയായിട്ട് മുമ്പിൽ വന്ന് നിൽക്കും. അതിനോടൊക്കെ തന്നെ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോവുക. നിങ്ങൾക്ക് ഈ പോസിറ്റിവേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഓർമ്മ നിൽക്കുന്നില്ല എന്നിരിക്കട്ടെ, ചിലക്കുണ്ട് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾക്കതിങ്ങനെ ഓർമ്മ നിൽക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മിനിച്ചെമ്മർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അത് വേണ്ട, അത് നേരാവണ്ണം വർക്ക് ചെയ്യില്ല. പകരം നിങ്ങൾ അലാം സെറ്റ് ചെയ്യുക. 15 മിനിറ്റിന് 1 മണിക്കൂറിന് വീതം ഒരു ദിവസം കുത്തിപ്പിടിച്ചിരുന്നത് രാത്രി രാവിലെ ഒരു 5 മണി മുതൽ 5, 6, 7, 8 എന്ന് പറഞ്ഞിട്ട് ഒരു ബെല്ല് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോസിറ്റിവേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞ് എന്താണെങ്കിലും ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും മറന്നുപോയേക്കും, പൊയ്ക്കോട്ടെ. പക്ഷെ നിങ്ങൾ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യേണ്ട കാര്യമല്ല, അത് ജീവിതത്തിൽ മുഴുവൻ സമയം ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് മുഴുവൻ ചെയ്യേണ്ട കാര്യമാണിത്. അപ്പോ പോസിറ്റിവേഷൻ ഈവന്റുകളെ എപ്പോഴും കണ്ടെത്തുക. അത് ഓർക്കാനായിട്ട്, പോസിറ്റിവേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകാനായിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് ഇത് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ, ഒരു 90 ദിവസം ഇതിലൊരു വീഴ്ച വരുത്താതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യു വിൽ ബിക്കം എ പോസിറ്റീവ് ഫൈൻഡർ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പോസിറ്റീവ് ഫൈൻഡർ ആയിട്ട് മാറും. നിങ്ങളുടെ ജീവിതം സാരമായ ഇന്ന് നിൽക്കുന്ന വ്യക്തിയായിരിക്കില്ല നിങ്ങൾ അന്ന്. നിങ്ങൾക്കുള്ള ഗ്രൗണ്ട് സപ്പോർട്ട്, നേച്ചറിന്റെ സപ്പോർട്ട്, ബന്ധുക്കളുടെ സപ്പോർട്ട്, സുഹൃത്തുക്കളുടെ സപ്പോർട്ട്, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ അതിന്റെ ആ പശ്ചാത്തലത്തിന്റെ സപ്പോർട്ട്, സാഹചര്യങ്ങളുടെ, കാലത്തിന്റെ സപ്പോർട്ട് മാറിയിട്ടുണ്ടാവും. 90 ദിവസം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്താൽ മതി. പോസിറ്റിവേഷൻ എന്നുള്ളത് ഇവിടെ ഉള്ള ലോ ഓഫ് അട്രാക്ഷന്റെ ഒക്കെ പ്രാക്ടീസുകൾ വരുന്നതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് പോസിറ്റിവേഷൻ എന്നുള്ളത്. പക്ഷെ ആരും ഇത് യൂസ് ചെയ്യാറില്ല. പോസിറ്റിവേഷൻ എന്നുള്ളൊരു അവസ്ഥയിൽ യൂസ് ചെയ്യാറില്ല. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ കോഴ്സിൽ നിന്ന് കിട്ടും. ഇതുകൊണ്ട് മതിയാവും, ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് മതിയാവും. ഇത് കാര്യങ്ങൾ നിങ്ങൾക്ക് പിടിയിട്ട് ഇതാണ് പോസിറ്റിവേഷൻ എന്ന് മനസ്സിലായി, അതുകൊണ്ട് മതിയാവില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിന് പ്രകൃതിയുടെ നിയമങ്ങളെ മനസ്സിലാക്കണം. ഇത് കണ്ട ഈ ചിത്രം മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത് ഇതൊരു സൈക്കിളാണ്. ഈ സൈക്കിൾ പോലെ പ്രകൃതിയുടെ നിയമങ്ങളുടെ ഒരു സൈക്കിൾ ഉണ്ട്, അതിനെ മനസ്സിലാക്കണം. അതിനെ കൃത്യമായി ബോധ്യപ്പെടണം. എന്തൊക്കെയാണ് ബോധ്യപ്പെടേണ്ടത്? റെസിലിയൻസ് എന്നുള്ള സംഭവം, പുനഃസ്ഥാപനം എന്നുള്ള പ്രകൃതിയുടെ ഒരു പ്രതിഭാസമുണ്ട്, അതിനെ മനസ്സിലാക്കണം. അതാണ് അടുത്ത ദിവസത്തെ, ഇത് ഞാനിപ്പോ 1-ാം ദിവസത്തെ പ്രോഗ്രാമാണ് ഇപ്പൊ പറഞ്ഞ പോസിറ്റിവേഷൻ എന്നുള്ളത്. അടുത്ത ദിവസത്തെ 2-ാം ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് റെസിലിയൻസിനെ ആയിരിക്കും, പുനഃസ്ഥാപനം. നിങ്ങൾ ഏത് നെഗറ്റീവ് ആയിട്ടുള്ള അവസ്ഥയിൽ ഇരുന്നാലും ശരി, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇമോഷൻ വന്ന് നിങ്ങൾ ആകെ വല്ലാത്തൊരു അവസ്ഥയിൽ ആയിത്തീർന്നാലും ശരി, അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് റെസിലിയൻസിലേക്ക് തിരിച്ച് പോസിറ്റിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ. ഇതാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. പിന്നെ മനസ്സും പോസിറ്റിവേഷനും ഇതിപ്പോ തമ്മിൽ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ നമ്മൾ റിയാക്ട് ചെയ്യുന്ന സ്വഭാവമാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇടുമ്പൻ ചേട്ടന്റെ ഉദാഹരണത്തിലൊക്കെ അയാൾ റിയാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് പകരം പ്രൊവാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കും. എങ്ങനെയാണ് പ്രൊവാക്ഷനും പോസിറ്റിവേഷനും എങ്ങനെയാണെന്നുള്ളത് പഠിക്കും. പിന്നെ വർത്തമാനത്തിൽ ഈ പോസിറ്റീവ് ആക്കുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അതുപോലെ തന്നെ ഈ പോസിറ്റിവേഷന് വേണ്ടിയുള്ള കുറേയേറെ ടെക്നിക്സ് ഉണ്ട്. ഈ ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇന്ന് നിങ്ങൾ ഇതിന്റെ ഏറ്റവും 7-ാമത്തെ ദിവസം നിങ്ങൾ ആ ടെക്നിക്സിനെ കുറിച്ച് കൂടെ പഠിക്കും. ഇത് പഠിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കും എന്നുള്ളതല്ല കേട്ടോ, ഓഡിയോ ഉണ്ടാവും, കേൾക്കാനുള്ള ഓഡിയോ ഉണ്ടാവും, പക്ഷെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യും എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കോഴ്സ് തരും. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ഇവിടെ പറയാം. അതിൽ നമ്മൾ ഇവിടെ കോഴ്സിന് പ്രാക്ടീസ് ചെയ്യാൻ ഈ 7 ദിവസത്തെ പ്രാക്ടീസ് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഈ 7 ദിവസത്തെ പ്രാക്ടീസിന് വേണ്ടി ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് സത്സംഗ് എന്നുള്ളൊരു പരിപാടിയുണ്ട്. അതിൽ യോഗ സാധന എന്നുള്ളൊരു പരിപാടിയുണ്ട്. അതിലൂടെയൊക്കെ നിങ്ങൾക്ക് കടന്നു പോകാം.
അതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാനായിട്ട് തിങ്കളാഴ്ച ഒരു പരിപാടി ഉണ്ട്. കോട്ടക്കാർവ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ ട്രെയിനിങ് ഉണ്ട് എല്ലാ തിങ്കളാഴ്ചയും. ഇങ്ങനത്തെ കൂടെയൊക്കെ കടന്നു പോകാം. അതിലൂടെയൊക്കെ കടന്നു പോകുന്നതിലൂടെ നോ യുവർ സെൽഫ്, നിങ്ങൾ ആരെന്ന് നിങ്ങൾക്ക് ബോധ്യമാവുക, നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് ബോധ്യമാവുക, നിങ്ങളുടെ ഉപബോധ ചിത്രത്തെ മാറ്റി എഴുതുക, അതിനെ ശാരീരികമായി അനുഭവിക്കുക. ഓക്കെ, നിങ്ങളുടെ മാറ്റത്തെ നിങ്ങൾ അനുഭവിക്കുക. നിങ്ങളുടെ പെരുമാറ്റത്തിന്റെ മുകളിൽ നിങ്ങൾ എക്സ്പെർട്ടൈസ് ചെയ്യുക. നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, അബദ്ധത്തിൽ ഒരു പെരുമാറ്റം വരുന്നതല്ല, ശരിക്കും എങ്ങനെയാണ് പെരുമാറ്റം ഉണ്ടാകേണ്ടത് എന്നുള്ളത് നിങ്ങൾ എക്സ്പെർട്ടൈസ് ചെയ്യുക. അതെല്ലാം ഒരു ശീലമാക്കി കൊണ്ടുപോകുക. ഈ പ്രാക്ടീസുകളെല്ലാം ഒരു ശീലമാക്കി കൊണ്ടുപോകുക. അതുപോലെ തന്നെ ഒരു കൂട്ടത്തിനോട് കണക്ട് ചെയ്ത് നിൽക്കുക. ഞങ്ങൾ ഇവിടെ നവഗോത്ര സമൂഹം എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയുണ്ട്. അതിന്റെ ഒരു കൂട്ടം, കുറച്ച് ആളുകൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഗ്രൂപ്പിൽ ഉണ്ടാവും. 2 ഗ്രൂപ്പുകളിലായിട്ടാണ് ട്രെയിനിങ് നടക്കുക. ഒന്ന് പോസ്റ്റിംഗ് ഗ്രൂപ്പ്, അത് ശ്രീ വർഗീസ് മാത്യു, നമ്മുടെ നാഷണൽ കോർഡിനേറ്ററാണ്, അദ്ദേഹമാണ് അതിനകത്ത് പോസ്റ്റിംഗ്. നിങ്ങൾക്ക് കണ്ടന്റ് ഡെലിവറി തരുന്നത് അദ്ദേഹമായിരിക്കും. അത് നിങ്ങൾക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം അഡ്മിൻ ഓൺലി ആയിരിക്കും. നിങ്ങൾക്ക് പറയാനുള്ളതിന് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ്. ആ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഈ കൂട്ടത്തിലുള്ള ആളുകൾ അതിനകത്തുണ്ടാവും. അവിടെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. നിങ്ങളുടെ അസൈൻമെന്റ്സ്, നിങ്ങൾക്ക് ഒരു വർക്ക് ബുക്ക് ഉണ്ട്, ഈ വർക്ക് ബുക്കിനകത്തുള്ള കാര്യങ്ങളെല്ലാം അവിടെ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ കളക്റ്റീവ് ഇന്ററാക്ഷനിലൂടെ ഒരു ഡൈനാമിസത്തിലൂടെ നമ്മൾ കിട്ടും. അതിനെ കൈകാര്യം ചെയ്യാൻ അവിടെ ഒരു മെന്റർ ഉണ്ടാവും. ബീന എന്നാണ് പേര്. ബീന നിങ്ങളോട് കൺവേഴ്സ് ചെയ്യും. ബീനയോട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ബീന. റൈറ്റ്? ഓക്കെ, അപ്പൊ ഇത് കൂടുതൽ കാര്യങ്ങൾ ഈ കോഴ്സ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഇത് ക്യൂ ലൈഫ് പ്രാക്ടീസ് എന്ന് പ്രാക്ടീസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അതിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും. അത് പൊന്നി സംസാരിച്ച ഓഡിയോസ് ഉണ്ടാവും. ആ ഓഡിയോ എല്ലാ ദിവസവും രാവിലെ കേൾക്കാനുണ്ടാവും. ആ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ ഉടനെ രണ്ടാമത് ഒരു തവണ കൂടെ കേൾക്കുക. രണ്ടാമത് കേൾക്കുമ്പോൾ ആ ഓഡിയോയിൽ കിട്ടുന്ന കാര്യങ്ങൾ പോയിന്റ്സ് ഓരോന്നായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. അത് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ നൃത്തം കണ്ടല്ലോ, ചയോഗം എന്ന് പറയുന്നത്, ചലയോഗ സാധന എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ 6:25 മുതൽ 7:30 വരെ ഓൺലൈനായിട്ട് സൂമിൽ ഉണ്ടാവും. അത് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കെല്ലാം ഫ്രീ ആണത്. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഞങ്ങൾ അതിനകത്ത് ഉണ്ടാവും എല്ലാ ദിവസവും. അതിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ഫിസിക്കൽ എയിൽമെന്റ്സും മെന്റൽ എയിൽമെന്റ്സും പലതും മാറാൻ സാധ്യതയുണ്ടെങ്കിൽ മാറും. ഓക്കെ, എല്ലാവരും എനർജിക്ക് വേണ്ടിയിട്ടാണ് ആ പ്രോഗ്രാമിൽ വരുന്നത്. അതുപോലെ തന്നെ അഫർമേഷൻ, നിങ്ങളുടെ ഉള്ളിൽ ആശയങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള അഫർമേഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ നിന്നും എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾക്ക് ബോധ്യം വരാൻ പാകത്തുള്ള എഫോർമേഷൻസ് ഉണ്ടാവും. ഇൻട്രോസ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ അകത്ത് ഉപബോധ ചിത്രത്തെ മാറ്റി എഴുതാൻ വേണ്ടിയുള്ള ഇൻട്രോസ്ക്രിപ്റ്റിംഗ് പ്രോസസ് ഉണ്ടാവും. ബിഹേവിയറൽ ട്രെയിനിങ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും ചെയ്യാനുള്ള ടാസ്കുകൾ ഉണ്ടാവും. ഇതെല്ലാമാണ് ക്യൂ ലൈഫ് പ്രാക്ടീസിലൂടെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതില് ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം രാവിലെ 1 മണിക്കൂറും വൈകിട്ട് 1/2 മണിക്കൂറും ചെലവഴിക്കാൻ കഴിയുന്നവർ മാത്രം ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. അവനവന് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റാത്ത ആളുകൾക്ക് ഇതിനകത്ത് നിന്നിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ സബ്ജക്ട്സ് എല്ലാം വാട്സപ്പിലൂടെയാണ് കിട്ടുക. അതിനൊരു പോസ്റ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടാവും, ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ടാവും. അതുവഴിയാണ് നിങ്ങൾക്ക് കാര്യങ്ങളിലേക്ക് കയറാൻ പറ്റുക. പിന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഞങ്ങൾ ഓരോരുത്തർക്കും ഉള്ള അറ്റൻഷൻ നിങ്ങളുടെ മെന്റർ ഇവിടെ തരും. നിങ്ങൾക്ക് ഒരു വർക്ക് ബുക്കും ജേണലും ഉണ്ടാവും. വർക്ക് ബുക്ക് നിങ്ങൾ പ്രിന്റ് എടുക്കണം. PDF ആണ് അയച്ചു തരിക. അത് പ്രിന്റ് എടുക്കണം, അത് തരിക എന്നുള്ളത്. പിന്നെ അസൈൻമെന്റ്സ് ഉണ്ടാവും. അസൈൻമെന്റ്സ് നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഇനി ഒരു ദിവസം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നിരിക്കട്ടെ, പിറ്റേ ദിവസം നിർത്തിയിടത്തുനിന്ന് തുടങ്ങുക. അതേ പ്രൊസീജിയറിൽ കൂടെ കടന്നു പോവുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ 21 ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഒരു പ്രോസസ് കഴിയുന്നത്. 21 ദിവസം എന്നുള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പ്രോസസ് തന്നെ 21 ദിവസം ചെയ്യാം, അല്ലെങ്കിലോ 7 ദിവസത്തെ ആയിട്ട് വെവ്വേറെ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ കോഴ്സുകളിലൂടെ കയറി പോവുക. ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ 21 ദിവസത്തെ വർക്കൗട്ട് കൊണ്ട് ഉണ്ടാവുന്ന നിങ്ങളുടെ ന്യൂറൽ പാത്വേ, നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിന് റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്തതിലേക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് 21 ദിവസം എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിനെ റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഈ ട്രെയിനിങ്ങുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടക്കത്തില്. നമ്മൾ ഇക്കോ മങ്ക്സിന് വേണ്ടിയിട്ടാണ്, ഇക്കോ മങ്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഈ ഒരു പ്രകൃതി സാധകർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. 27 വർഷം നമ്മളിത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഒളിമ്പസിന്റെ ഇന്റേൺസിനും ഇൻമേറ്റ്സിനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പബ്ലിക്കിന് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ടെന്ന് മാത്രം. ഞങ്ങൾ റിസോഴ്സസ് മേക്കപ്പ് ചെയ്യാൻ, കാരണം ഫണ്ട് ഉണ്ടാക്കേണ്ടത്, നമ്മൾ കോളേജിന് വേണ്ടി ഫണ്ട് ഉണ്ടാക്കേണ്ടത്. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്. ഇത് പഠിച്ചു വന്ന ആളുകളാണ് ഇപ്പൊ ഈ പ്രോഗ്രാമുകളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇതിലൂടെ കയറി വന്നവരാണ് ഇക്കോ വില്ലേജിന്റെ അംഗങ്ങളാകാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്.
ഓക്കെ, പ്രാക്ടീസ് ചെയ്തവർക്ക് റിസൾട്ട് ഉണ്ടാവും. കേട്ടുപോയവർക്ക് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കാൻ പറ്റും. ബുദ്ധിയല്ല ബോധം. ബോധത്തിനാണ് മാറ്റം വരേണ്ടത്. ബുദ്ധിക്ക് മാറ്റം വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അതുകൊണ്ട് മാത്രമേ ഇതിൽ ഗുണമുണ്ടാവുകയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാ ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാ വെച്ചാൽ, നിങ്ങൾ ഇതിന് 850 രൂപ ഫീ ആണ് ഉള്ളത് ഈ പ്രോഗ്രാമിന്. ഈ ഒരു 7 days പ്രോഗ്രാമിന് ആ 850 രൂപ പേ ചെയ്യുക. പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. പോസ്റ്റിംഗ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. പോസ്റ്റിംഗ് ഗ്രൂപ്പിൽ നിന്നും ഡിസ്ക്രിപ്ഷൻ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോകേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള PDF അയച്ചു തരും. അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കണം നാളെ തന്നെ. ഓക്കെ, പിന്നെ അതിന്റെ പ്രിലിമിനറി നോട്ട്സ് നോക്കണം. അയച്ചു തരുന്ന കാര്യങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിക്കണം. മോർണിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക. മോർണിംഗ് പ്രോഗ്രാം എന്ന് വെച്ചാൽ സൂമിൽ ഉണ്ടാവും. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം അല്ല, അത് ജനറൽ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് അതെങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, കോട്ടക്കാർവ് ഓപ്പൺ ഫോറം, ഓപ്പൺ സെഷൻ ഒക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഉണ്ടാവും. അതൊക്കെ എപ്പോ എന്ത് എന്നുള്ളതൊക്കെ അറിയേണ്ടവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പോ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ സ്ട്രക്ചർ മനസ്സിലാവും. അടുത്ത 2-3 കോഴ്സുകൾ കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടൊരു ഫോളോ ചെയ്യാൻ തോന്നും. ഇതിലെ എല്ലാ ആളുകളും തന്നെ ഇതിലിപ്പോ വന്നിരിക്കുന്ന ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുന്നതിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ 1-2 കോഴ്സുള്ളൂ. ബാക്കി എല്ലാവരും ഒരുപാട് കോഴ്സുകൾ ചെയ്തവരാണ്. കാരണം അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെ ഈ പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോ സംസാരിച്ചു വന്നതൊക്കെയാണ് പോസിറ്റീവ്സ് ഇൻ നേച്ചർ, ബിലീഫ് സിസ്റ്റം, where are negatives, issues and solutions, how to practice it, making it frequent experience after positivation event, will this suffice, how to practice, Q-Life practices, Q-Life specifications, Q-Life specialities and join the program. ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്റെ കോൺടാക്ട് അഡ്രസ് ഇതാണ്. എന്റെ പേര് സന്തോഷ് ഒളിമ്പസ് എന്നാണ്. നവഗോത്ര ഇക്കോസഫിക്കൽ ഗുരുകുലം ഗ്രീൻ ഗ്രോസ് ഫൗണ്ടേഷൻ സെന്റർ ഫോർ ഡീപ് ഇക്കോളജി എന്നുള്ള സ്ഥാപനത്തിലാണിത്. സത്തമംഗലത്താണ്. എന്റെ ഫോൺ നമ്പർ ഇതാണ്. ഇമെയിൽ അഡ്രസ് santosh@olympus.in എന്നാണ്. ml.olympus.in എന്നാണ് വെബ്സൈറ്റ്. channel.olympus.in എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് പോകും. 500-ലധികം വീഡിയോസ് ഉണ്ട്. അത് 1000-ഓളം ലേഖനങ്ങൾ ഈ മലയാളം വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട്. അതിലൂടെ ഒക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ഓക്കെ, അപ്പോ ഇത് ഗ്രീൻ ഗ്രോസ് ഇക്കോ വില്ലേജിന്റെ ഒരു പരിപാടിയാണ്. ഇത് നിയോ ട്രൈബ് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി എന്നുള്ള കമ്മ്യൂണിറ്റിയാണ് നടപ്പിലാക്കുന്നത്. ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് വരാം, ഞങ്ങളെ വിളിക്കാം. അപ്പൊ എനിക്ക് ഇതാണ് അവതരിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് ഇനി കടക്കാം. നന്ദി, നമസ്കാരം.